ഈ മാർഗത്തിൽ വന്നത്. വിശദീകരിച്ച് പ്രസംഗിപ്പാൻ സാക്ഷ്യം പറയാൻ സമയം എടുക്കുന്നില്ല. എൻ്റെ പിതാവിന് കള്ളുഷാപ്പിലെ ഒരു ചെറിയ ജോലി. വീട്ടുകാരെല്ലാം പാർട്ടി പ്രവർത്തകരാ, കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ എൻ്റെ ചെറുപ്രായത്തിൽ മുതൽ വളരെ ഭക്തി നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നു വന്നത്. വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ അറിയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അതിന് മുഖാന്തരമായി ഞാൻ സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. ടൈഫോയിഡ് വന്നു കൂടി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സകൾ ചെയ്തു. അസുഖം വല്ലാതെ മൂർച്ഛിച്ചു. പിന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻ്റായി. എനിക്ക് സൗഖ്യമൊന്നും ലഭിച്ചില്ല. പിന്നീട് മരണഭീതിയാൽ വളരെ പ്രയാസപ്പെട്ടു. അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം വളരെ പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. അന്നത്തെ വിശ്വാസാചാരങ്ങൾ അനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്തു. എന്നാൽ എൻ്റെ ശരീരത്തിൽ എനിക്ക് വേണ്ട ഒരു ഭേദമോ സൗഖ്യമോ ഒന്നും ലഭിച്ചില്ല. ചികിത്സകൾ ധാരാളം ചെയ്തു, സൗഖ്യം ലഭിച്ചില്ല. അന്നത്തെ വിശ്വാസം അനുസരിച്ച് മലയ്ക്ക് പോകാൻ മാലയിട്ട് വൃശ്ചികവ്രതം ആരംഭിച്ച് ഞാനും പതിവ് പോലെ വൃശ്ചികവ്രതം നോക്കി. എന്തിനേറെ ഒരു 14 ദിവസത്തോളം ഇങ്ങനെ വ്രതം ആരംഭിച്ചു. ക്ഷേത്ര ദർശനം, രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിൽ പോകും, പ്രാർത്ഥിക്കും. എന്നാലാവും വിധം വളരെ ഭക്തിയോടെ ഞാൻ ജീവിച്ചു. എന്തിനേറെ ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ദീപാരാധനയും കഴിഞ്ഞ് ശരണം വിളിയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നാമം ജപിക്കും. നാമജപം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്തൊരു യോഗം. ദൂരെ മാറി ഈ യോഗം ഇങ്ങനെ ശ്രദ്ധിച്ചു. കയ്യടിയും ബഹളവും പാട്ടും ഒച്ചപ്പാടും, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കൂക്കുവിളിയല്ലാവാ. അപ്പം ഇതെന്നാന്നൊന്നും പിടികിട്ടുന്നില്ല. ഇപ്പോഴും പലതും പിടികിട്ടുന്നില്ല. അപ്പം അന്ന് ഇതൊന്നും മനസ്സിലാകുന്നില്ല. എങ്കിലും ഒരു മരത്തിന് മറഞ്ഞിരുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചു, വീക്ഷിച്ചു. അപ്പം ഹൃദയത്തിലൊരു ചിന്ത, ഇത് വേറെ ആരും പറഞ്ഞതല്ല, ഹൃദയത്തിലൊരു ചിന്ത, ഇവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടുമായിരിക്കും. ആ ചിന്തയോടുകൂടി അവിടെ നിന്നെങ്കിലും മുൻപോട്ട് ചെന്ന് പ്രാർത്ഥിക്കാനൊക്കെ വൈമനസ്യമായി. പിന്നെ ഈ മാർഗ്ഗക്കാരുടെ കൂടെ പോകുന്നത് അത്ര നല്ലതാണെന്ന് തോന്നിയില്ല. അറച്ചും മടിച്ചുമൊക്കെ നിന്നെങ്കിലും എന്തിനേറെ ഞാൻ വിവരിച്ച് പറയുന്നില്ല. ഒടുവിൽ ഞാൻ തന്നെ മുമ്പോട്ട് ചെന്നു. അവരാരും എന്നെ നിർബന്ധിച്ചതല്ല, ഞാൻ മുമ്പോട്ട് ചെന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ നെറ്റിയിലെ കളപ്പക്കുറിയുണ്ട്, രണ്ടാമുണ്ടുണ്ട്, കഴുത്തേലെ മാലയുണ്ട്. അവരാരും എന്നെ നിർബന്ധിച്ചതല്ല, ക്ഷണിച്ചതുമല്ല. ഞാൻ എൻ്റെ അസുഖത്തിൻ്റെ കാഠിന്യവും എൻ്റെ പ്രയാസം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് നടന്നു ചെന്നു. അവിടെയുള്ള ഉപദേശമാരോട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെയുള്ള ദൈവദാസന്മാരും ദൈവമക്കളും എല്ലാം കൂടെ ഒന്നിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസന്മാർ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. ഉദ്ദേശം അന്ന് രാത്രി ഒരു 11:45 രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ, വിശ്വസിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെയാണ് ഞാൻ ഈ മാർഗത്തിൽ വന്നത് എന്ന് പറഞ്ഞാൽ ആരും നിർബന്ധിച്ചതല്ല, സമ്മർദ്ദം ചെലുത്തിയതല്ല, ലഘുലേഖയൊന്നും തന്ന് ഇങ്ങനെ മാറ്റിയതല്ല, പ്രാർത്ഥിച്ചെന്നെ ഇതിനകത്ത് വരുത്തിയതല്ല. ദൈവം എന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ലഘുലേഖയായിട്ട് ഇതിലേക്ക് നടക്കുമ്പോൾ അങ്ങനൊന്നും ഞങ്ങളുടെ കൂടെ ആരും വന്നിട്ടില്ല, വരികയില്ല. എല്ലാം ഇപ്പം കീറിക്കളയുന്ന കാലമാണ്. ദൈവം ആകർഷിക്കാതെ ആരും ഇതിനകത്ത് വരികയില്ല. കർത്താവിന് മഹത്വം. ഇത് മതം മാറ്റമൊന്നുമല്ല, മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ കാര്യം പറഞ്ഞു കൊടുക്കുന്നു, ഇഷ്ടമുണ്ടെ അംഗീകരിക്കാം. ഇത് മനസ്സിലാകുന്ന ഭാഷയല്ല ഈ പറയുന്നത്, അല്ല ആർക്കും പിടികിട്ടരുതെന്നും പറഞ്ഞല്ല. മനസ്സിലാകുന്ന ഭാഷ അത് ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇഷ്ടമുള്ളവരെ അംഗീകരിക്കും, ഇഷ്ടമില്ലാത്തവർ തിരസ്കരിക്കും. അംഗീകരിക്കുന്നവരെയും തിരസ്കരിക്കുന്നവരെയും എൻ്റെ അനുഭവത്തിൽ 2 കൂട്ടരെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അംഗീകരിച്ചാൽ അംഗീകരിക്കുന്നവർക്ക് അനുഗ്രഹവും നന്മയും ലഭിക്കും. തിരസ്കരിച്ചാൽ അത് അവനവൻ്റെ ഇഷ്ടം. ബാക്കിയൊക്കെ ദൈവത്തിന് നമുക്ക് ഒന്നും വിധിക്കാനൊക്കത്തില്ല. പക്ഷെ ഇതാ ഇതിൻ്റെ സത്യം. ഇത് പുസ്തകത്തിൽ വായിച്ചുള്ള കഥ പറയല്ല, അനുഭവത്തിൽ കൂടെ ആയി പറയുന്നത്. ദൈവത്തിന് മഹത്വം. ഈ പുസ്തകം, ഈ സത്യവേദ പുസ്തകം എവിടൊക്കെ ചെന്നവിടെല്ലാം അനുഗ്രഹമാണ്. എടുത്തവർക്ക് ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല. ഇതെടുക്കേണ്ടതുപോലെ കൊണ്ട് നടക്കേണ്ടതുപോലൊക്കെ നടന്നാൽ, എടുത്താൽ നിശ്ചയമായിട്ടും ആശ്വാസവും അനുഗ്രഹമാണ്.
അത് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹം എന്ന് പറയുമ്പം 5 നില വീട് തന്നേച്ച് 50 ലക്ഷം രൂപ വാങ്ങിക്കിടുന്ന അല്ല അനുഗ്രഹം. ചിലപ്പം കപ്പ പൊടിഞ്ഞത് മുളക് ഉടച്ചതുമായിരിക്കും. അത് കഴിക്കാനൊരു ഭാഗ്യവും കഴിച്ചേച്ച് മര്യാദയ്ക്ക് കിടക്കാനും ഒരു ഭാഗ്യം. അതൊക്കെ ആയി അനുഗ്രഹം. സ്തോത്രം. നമ്മളവർക്ക് അനുഗ്രഹം എന്ന് പറയുമ്പം മെയിൻ റോഡിൻ്റെ സൈഡിൽ 5 നില വീട് വെച്ചേച്ച് ആമത്താഴുമൊക്കെ ഇട്ട് പൂട്ട് വാല് മുറിച്ച 2 പട്ടിയും 3 കൂർക്കയും 3-4 വണ്ടിയും പുതപ്പിച്ചിട്ട് അതൊന്നും അല്ല അനുഗ്രഹം. അത് അനുഗ്രഹമാണെന്ന് എനിക്ക് പറയാനും ഒക്കത്തില്ല. കാരണം അവിടെ ഉള്ളവരാരും ഉറങ്ങുന്നില്ലെന്നുള്ളതാണ് നീരും ചൊവ്വനും. നമുക്ക് ചിലപ്പം മുളക് ഉടച്ചതായിരിക്കും, ചീനി പുഴുങ്ങിയതായിരിക്കും, എന്നാലത് കഴിക്കാൻ ഭാഗ്യമുണ്ട്. അല്ലാതെ കപ്പ കണ്ടേച്ച് മോശം അനാനാട് കണ്ട പോലെ പോവുകയല്ല. അത് മുളക് ചാറില്ലാന്നേലും മുക്കി കഴിക്കാനും കഴിച്ചേച്ച് പ്രാർത്ഥിച്ചേച്ച് സുഖമായിട്ട് ഉറക്കം കിട്ടാനും രാവിലെ എഴുന്നേറ്റ് പാട്ടുപാടി ദൈവത്തെ ആരാധിപ്പാനും അതൊക്കെയായി അനുഗ്രഹം. അതനുഭവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ആ വായിച്ച വേദഭാഗം ഒരിക്കൽ കൂടി വായിച്ചാട്ടെ. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അപ്പോൾ ഈ സത്യവേദ പുസ്തകമാകുന്ന 66 പുസ്തകം അടങ്ങിയ ഈ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ 66 പുസ്തകം. നമുക്കറിയാം ഇതുപോലൊരു പുസ്തകമില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, രാമായണത്തെ കാണ്ഡങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, മഹാഭാരതത്തെ പർവ്വങ്ങളായിട്ട്, ഭഗവത്ഗീത യോഗഭാഗങ്ങളായിട്ട്. ഈ സത്യവേദ പുസ്തകത്തെ പുസ്തകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 66 പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവിയ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം, യോശുവയുടെ പുസ്തകം, ഇങ്ങനെ പുസ്തകം അങ്ങനെ ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, അങ്ങനെയെല്ലാം കൂടെ 66 പുസ്തകം. പിന്നെ ആരാണ്ടെല്ലാം ഇതിനകത്ത് കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചേർത്തെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. 66 അതിൻ്റെ മര്യാദയുള്ളതും മാന്യമായിട്ടുള്ളതും യോഗ്യമായിട്ടുള്ളതും. അല്ലാത്തതെല്ലാം തുന്നിപ്പിടിപ്പിച്ചതുകൊണ്ടാണ് ഈ കളിയെല്ലാം കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഈ 66 പുസ്തകം ശ്രേഷ്ഠമേറിയ പുസ്തകം. അതിലെ 2 നിയമങ്ങളായിട്ട് പഴയ നിയമവും പുതിയ നിയമവും. ഇത് പെന്തിക്കോസുകാരുടെ അല്ല ഞാനിപ്പോൾ പറയുന്നത്, നിങ്ങളെല്ലാം പഠിച്ചേച്ച് തികഞ്ഞിരിക്കുക. നോട്ട് വരുമ്പം കാണുമ്പോൾ എനിക്കറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ട്. ഈ സുവിശേഷ യോഗം അവരെയും കൂടെ ഉന്നം വെച്ചാന്നല്ലോ. അപ്പം അതും കൂടെ വെച്ചാൽ ഞാനീ പറയാൻ. അപ്പം അങ്ങനെയുള്ള ഈ മഹൽ പുസ്തകത്തിൻ്റെ 2 ഭാഗം, പഴയ നിയമവും പുതിയ നിയമവും. ഇത് നിയമമാണ്. അതിലെ പഴയ നിയമ പുസ്തകങ്ങൾ പല നിലകളിലാണ് തരംതിരിച്ച് പഠിപ്പിക്കുന്നത്. പ്രാരംഭത്തിൽ മോശയുടെ ഗ്രന്ഥങ്ങൾ, പഞ്ചഗ്രന്ഥം 5 എണ്ണം, ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവിയ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം. ഓടിച്ചൊന്ന് 2 കാര്യങ്ങൾ ആ പുസ്തകത്തെ പറ്റി പറഞ്ഞ അടുത്ത ഭാഗത്തേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ സകലത്തിൻ്റെ ഉൽപ്പത്തി, സകലത്തിൻ്റെ ഉൽപ്പത്തി. ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, ജലോൽപ്പത്തി, മൃഗോൽപ്പത്തി എന്ന് വേണ്ട സകലത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തില്ല. അല്ലാതെ നീ അവിടെ ഇവിടെയും തപ്പി കിടക്കുമൊന്നും വേണ്ട. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ഭൂമി എങ്ങനെ ഉണ്ടായി, സൂര്യൻ എങ്ങനെ ഉണ്ടായി എന്നോർത്ത് അതിലെല്ലാം തപ്പി ആയുസ് കളയരുത്. ഈ പുസ്തകത്തിനകത്തുണ്ട്. അതിപ്പോൾ ഇങ്ങോട്ട് കയറി വരിക എന്നൊരു പുസ്തകം ഫ്രീ ആയിട്ടും തരാം. ഇത് വായിച്ചാൽ കൃത്യം കാര്യമില്ല, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എത്രയോ നാളുകൊണ്ട് ആൾക്കാർ തപ്പി കിടക്കുക. കർത്താവിന് മഹത്വം. അപ്പൊ സകലത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ കാണുന്ന ചരാചരങ്ങളെ, അണ്ടകടാകത്തെ, ബ്രഹ്മാണ്ട കോടിടാണ്ടത്തെ, ബ്രഹ്മാണ്ടം കോടിടാണ്ടം പ്രകടിത ഘടകം തൽപ്പലാണ്ടം എന്നൊക്കെയാണ്. 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ പ്രേക്ഷകർ എണ്ണിയിട്ടുള്ള നക്ഷത്രം ആകമാന സൂക്ഷ്മമായ 60 കോടി എന്നറിയണം. ഭൂവിലും മടങ്ങഴും ഭാഗവൻ ബൃഹസ്പതി 8 ചന്ദ്രന്മാരുടെ 12 ലക്ഷാധികം അർക്കനും നേതിഷ്ടമാം 5 ലക്ഷം കോടികൾ മൈൽ ദൂരവേ ചരിക്കുന്ന ഭൂഗോളം. ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകെ 28,000 പരിണാകം. ഈ കാണുന്ന അണ്ടകടാകമാണ്. ഭൂചരകേചര വസ്തുക്കളെ, നക്ഷത്രങ്ങളെ, ഗാലക്സികളെ, ആകാശഗംഗ എന്ന് വേണ്ട സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ സർവജ്ഞനായ ദൈവം. അല്ലാതെ കമ്പെടുത്തെറിഞ്ഞപ്പോഴൊന്നും ഉണ്ടായതല്ലെന്നായി പറഞ്ഞത്. ദൈവം സൃഷ്ടിച്ചതാണ്. പണ്ട് സ്കൂളിൽ ഞാൻ നിങ്ങളും പഠിച്ചൊരു പദ്യമുണ്ട്, കേരളം സൃഷ്ടിച്ചതിനെ പറ്റി. സ്കൂളിൽ പഠിച്ചതാ, ഞാനും പഠിച്ചതാ, നിങ്ങളും പഠിച്ചതാ. കന്യാകുമാരിക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്ക് വടക്ക് നീളേ അന്യോന്യം അമ്പാശുവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. വ്യാഖ്യാനിക്കുന്നില്ല, കാരണം എന്നേക്കാൾ അറിവുള്ളവരാ നിങ്ങളങ്ങ് വ്യാഖ്യാനിച്ചു.
പഠിച്ച പദ്യം അങ്ങ് ചൊല്ലിയെന്നേ ഉള്ളൂ. വേറൊരു ഭാഗത്തുണ്ട് പാരങ്കരിമ്പ്, കേരളത്തെ പറ്റിയുള്ള വർണ്ണന, അത് നല്ലതാ. പാരങ്കരിമ്പ് പനസമ്മുളകേലമിഞ്ചി കേരങ്കവങ്ങ് തളർവെറ്റിലയേത്തവാഴ ഈരമ്യ വസ്തുതകൾ ചേർന്ന് വിളങ്ങും ഈ നൽപാരാഗ്ര കൽപ്പതരു മണ്ഡിത നന്ദനാഭം വിന്ധ്യം ശമിക്കരിശം എന്ന അറിവാർന്നൊടുക്കും. അത് പണ്ട് പഠിച്ചതാണ്. അതെ, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇത് സർവജ്ഞനായ ദൈവം ഉണ്ടാകട്ടെ എന്ന വാക്കിൽ ഉളവായതാണ് ഈ കാണുന്ന സകലത്തെയും. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം നിത്യനായ ദൈവം, സത്യദൈവം, ഏകദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, സകല മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, അനാദിയായി ശാശ്വതമായി ഉള്ള നമ്മുടെ ദൈവം. ഈ ദൈവം ആരുടെയും കുത്തകയല്ല. ദൈവം ഒരുവനേ ഉള്ളൂ. മഹാനായ ശ്രീനാരായണ ഗുരു അവർകൾ പറഞ്ഞ ആ ശ്രേഷ്ഠമേറിയ ആ വചനം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. നല്ല അർത്ഥസമ്പുഷ്ടമായ പദമാണ്. അത് ഈ ബൈബിളിലും അങ്ങനെ തന്നെ പറഞ്ഞു. ഒറ്റ ദൈവം ഉള്ളെന്ന. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്റെ ജീവനെ മറുവിലയായി തന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. സ്തോത്രം. ലോകഗതി നിയതം ലോപമിയലും പൊഴുതും, ലോകഗതി നിയതം ലോപമിയലും പൊഴുതും, ലോകേശനില്ലതെല്ലും ലോപം സനാതനമേ, ലോകേശനില്ലതെല്ലും ലോപം സനാതനമേ. രാജാതിരാജ സുരലോകരാജ, രാജാതിരാജ സുരലോകരാജ, അൻപോടിറങ്ങിയന്റെ കമ്പമൊഴിച്ചിടുവതീൻ, അൻപോടിറങ്ങിയന്റെ കമ്പമൊഴിച്ചിടുവതീൻ, ഉമ്പർപ്പുമാനുറജതിൻപം സനാതനമേ, ഉമ്പർപ്പുമാനുറജതിൻപം സനാതനമേ. രാജാതിരാജ സുരലോകരാജ, രാജാതിരാജ സുരലോകരാജ, ക്രൂശിൽ മരിച്ചതിനാൽ ആശയുളവാക്കിയന്റെ, ക്രൂശിൽ മരിച്ചതിനാൽ ആശയുളവാക്കിയന്റെ, ക്ലേശം ഹരിച്ചു ഭുവനേശൻ സനാതനമേ, ക്ലേശം ഹരിച്ചു ഭുവനേശൻ സനാതനമേ. രാജാതിരാജ സുരലോകരാജ, രാജാതിരാജ സുരലോകരാജ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. സകല ചരാചരങ്ങളെയും നിർമ്മിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ, സർവജ്ഞനായ ദൈവം. ഞാൻ ഒന്ന് രണ്ട് ഭാഗം ചൊല്ലാം. അത് വ്യാഖ്യാനിക്കാൻ ഇപ്പം നേരമില്ല. സൈമൻ സാറ് എഴുതിയ ഒന്ന് രണ്ട് വരികളാണ്. അപ്പോൾ ചോദിക്കും, സൈമൻ സാറ് നമ്മുടെ ഇവിടുത്തെ സൈമനല്ല, ഇവിടെ സൈമന്മാർ വല്ലതുണ്ട്, അത് കൊച്ചാക്കിയതല്ല. ഈ സൈമൻ നമ്മൾ ഉദ്ദേശിച്ച സൈമനല്ല, മഹാകവി സൈമൺ സാറ്. അപ്പോൾ സാറ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തെ സൃഷ്ടിവൃത്തത്തെ പറ്റി പരാമർശിച്ച ഭാഗത്ത് ദൈവത്തെ പറ്റിയും ആ ദൈവ സൃഷ്ടിയെ പറ്റിയുമൊക്കെ ചില ഭാഗങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക് ചിലർക്ക് അറിയാം, വെളിയിൽ നിൽക്കുന്നവർക്ക് നമ്മളെയൊക്കെ നന്നായിട്ട് കാര്യം അറിയാം. അപ്പം അവരെയും കൂടെ ഉന്നം വെച്ചാൽ ഞാനീ പറയുന്നത്. ചെല്ലു പറയാണ്ട് പെന്തിക്കോസുകാർ ഇമ്മ ബഹളം ഉണ്ടാക്കിയല്ലെന്നുള്ള കാര്യം കൂടെ പറഞ്ഞേച്ച് പോകുന്നത്. ബഹളം മാത്രമല്ല, കാര്യം പറയാൻ പോവാം. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവജ്ഞനായ ദൈവം. അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന ഞാൻ എല്ലായിടത്തും ചൊല്ലാറുള്ളതാ, ഇവിടെ അങ്ങ് ചൊല്ലുക. ആ ഭാഗം ഇങ്ങനെ: യാതൊരു കാലത്തെയാണതിയായി നിർദ്ദേശിപ്പതിന്നറിയില്ലാതുള്ള യുഗം മുൻപും ഭീതരൂപനായി വിമലാപനായി നിന്ന മഹാനീതി നീരതിക ഞാനാദരാൽ വന്നിക്കുന്നേൻ. സകല ലോകങ്ങൾക്കും ആദികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദ്രേവവൃന്ദ വന്ദിതപദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. ആഗമകാരന്മാരിൽ ആദമൻ മോചതും സർവാഗമ പൊരുളാകമി പരാശക്തിക്ക് ഏലൊന്നോരബ്രീയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥനുപദേശിച്ചിതല്ലോ. ഇലോകി ശദ്ധായി യു യലോകി അഡോണായി വിലോപമെന്യേ യാഗുവേ യഹോവ യാഗെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടു. കൂട വിഗ്രഹനായിട്ടെങ്കിലും വർദ്ധിക്കലും കൂടത്തൻ നിരാശയനാത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഡങ്ങളകൂചിതം പോലെ
അല്ലായെങ്കിൽ തീശനെ മനുഷ്യരെന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം മഹത്വബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവമായപ്പോ നിജാത്മാനം. താഴത്തെ ധാരാളം വരികളുണ്ട്. 2 ചീരൂടെ ചൊല്ലുന്നത് ഇടയ്ക്ക് അങ്ങ് വിട്ടേ ചൊല്ലുക. ദൈവത്തിന്റെ ആ മഹിമയെ പറ്റിയാ. കാശിന് കൊള്ളാതുള്ള കരത്തിൻ്റെ അടികല്ലാൽ നാസറായൊരു ജിംയോനായിരം ബലിസ്തരക്കാശിനി തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈജനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേകവും ചിത്രവർണ്ണോജ്വലമാം ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ജോപിക്കില്ലേ. നമസ്തേ ദേവദേവ, നമസ്തേ ദേവദേവ, നമസ്തേ നദന പാലന പാരായണ. മോശയിന്നാവനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാജയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല നിന്നോട് കരം ചേർന്നാൽ. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവം, കർത്താവാകുന്ന ക്രിസ്തു. ആ ദൈവം സകലത്തെയും നിർമ്മിച്ചവൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ. നാം വായിക്കുന്നില്ല, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകല ലോകങ്ങൾക്കും അവൻ ആദി കാരണഭൂതനാ. സകല ഭൂചര ഖേചര വസ്തുക്കളെയും സകലത്തെയും നിർമ്മിച്ചവൻ, അഖിലാണ്ടങ്ങളുടെ ഉടയവനായ ദൈവം. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം ഇന്നും നമ്മുടെ നടുവിലുണ്ട്. ഈ ദൈവത്തെ സേവിക്കുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാതെ പൂട്ടാൻറ്റാറ്റ അടിച്ചേച്ച് വെപ്രാളം കയറി നടക്കുന്നതല്ല. ജീവനുള്ള ദൈവത്തെ സേവിപ്പാനും ആരാധിപ്പാനും സ്നേഹിപ്പാനും ഒക്കെ ഇടയായതാ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തി കാണുന്നതിനെ എല്ലാം ദൈവം സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ട് ഭൂചര ഖേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ച് 6-ാം ദിവസം തദനന്തരം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ ജീവശ്വാസം മൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായ, അല്ല കുരങ്ങ് മൂത്ത് വന്നതല്ല. സ്തോത്രം. പിന്നെ ചിലയിടങ്ങളിലൊക്കെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ മുന്നിലുള്ള നോട്ടോ ഇരിപ്പും കണ്ടാൽ ചിലപ്പോൾ എനിക്ക് മലയാള ഭാഷയെ പറഞ്ഞതുപോലെ ഒരു ഉൽപ്രേക്ഷ ഉണ്ടാകാറുണ്ട്. ചിലരുടെ ആ യോഗത്തിന് വന്നുള്ള ഇരിപ്പും നോട്ടം കാണുമ്പം ഉൽപ്രേക്ഷ എന്ന് പറയുന്നൊരു അലങ്കാരമുണ്ട്. അതിൻ്റെ ലക്ഷണം ഇതാ: അത് താനല്ലയോ ഇത്, അത് താനല്ലയോ ഇത് എന്ന വർണ്ണത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാക്കിയ അലങ്കൃതി. അതുകൊണ്ട് എനിക്ക് ഇന്ന് രാത്രി ഇവിടെ ഉൽപ്രേക്ഷ ഉണ്ടാകരുത്. ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതാന്നുള്ള ചിന്ത തന്നെ ഉണ്ടാകണം. ഈ പരുവത്തിലൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നെങ്കിൽ സന്തോഷിച്ചിരുന്ന ദൈവത്തെ സ്തുതിച്ചോണം. ഈ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമാകുന്ന യേശുവിനെ ആരാധിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സകലത്തിലാകും അധിപനും അവനാം, ഉലകത്തെ നിർമ്മിച്ചോനും ആകാശവലയത്തെ രചിച്ചോനും. സകലത്തിലാകും അധിപനും അവനാം, ഉലകത്തെ നിർമ്മിച്ചോനും ആകാശവലയത്തെ രചിച്ചോനും. താണുവന്നുലകത്തിൽ കുരിശേറി, താണുവന്നുലകത്തിൽ മാനവർക്കായി മരിച്ചുയർത്തേകി. ദാനമായി രക്ഷ നരർക്കേകി, ദാനമായി രക്ഷ നരർക്കേകി. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ, ലേശവും കലങ്ങേണ്ട നാമവൻ. ചേർന്ന് പാടും. യേശുവിൻ ജനമേ സകലത്തിലാകും അധിപനും അവനാം, ഉലകത്തെ നിർമ്മിച്ചോനും ആകാശവലയത്തെ രചിച്ചോനും. സകലത്തിലാകും അധിപനും അവനാം, ഉലകത്തെ നിർമ്മിച്ചോനും ആകാശവലയത്തെ രചിച്ചോനും. താണുവന്നുലകത്തിൽ കുരിശേറി, മാനവർക്കായി മരിച്ചുയർത്തേകി. ദാനമായി രക്ഷ നരർക്കേകി.
ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ച് തദനന്തരം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തനിയേ ഇരിക്കുന്ന ആദമിന് തക്ക നുട കൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിന് ഒരു ഗാഠനിദ്ര, ഒരു ദീർഘനിദ്ര വരുത്തി ആദമിൻ്റെ പാർശ്വഭാഗത്തിൽ നിന്ന് ഒരു വാരിയലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ച് ഇവൻ്റെ സമീപത്ത് നിർത്തി. അങ്ങനെ ആദി മാതാക്കളാകുന്ന ആദമും ഹവ്വയും. പിന്നീട് ആ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവർക്ക് സന്തതി പരമ്പരകൾ ഉണ്ടായി. പിന്നീട് ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ കയീൻ ഹാബേലിനെ കൊന്നു. അതിനുശേഷമായിട്ട് ആദമിന് വീണ്ടും സന്തതി പരമ്പരകൾ ഉണ്ടായി. ഷേത്തിൽ നിന്ന് ഏനോഷിൽ നിന്ന് സന്തതി പരമ്പരകൾ ഇങ്ങോട്ട് വന്ന് ചുരുക്കി പറഞ്ഞ നോഹയുടെ കാലം വന്നു. നോഹയിൽ നിന്ന് 3 തലമുറകളെ ദൈവം നോഹയ്ക്ക് കൊടുത്തു: ഷേമ, ഹാമ, യാഫത്ത്. അതിൽ നിന്ന് ഷേമിൻ്റെ 10ാം തലമുറ അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിൽ നിന്ന് യാക്കോബിൽ നിന്ന് യോസേഫ്. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 50 അധ്യായമാണ്. ആദ്യ പുസ്തകമാകുന്ന ഉൽപ്പത്തി പുസ്തകം. അതിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, 50 അധ്യായത്തിൽ ഒടുവിലത്തെ 2 അധ്യായം 2 മരണമാണ്. ഏത് മനുഷ്യൻ്റെയും അവസാനം മരണമാണ്. സകല എണ്ണവും ചാകും. ഇരിപ്പം നോട്ടം കണ്ടാൽ പോകുകയല്ലെന്നും പറഞ്ഞാൽ ഇരിക്കുന്നത്. പിന്നെ ചിലരുടെ ഇരിപ്പ് കണ്ടാൽ അടുത്ത ആഴ്ച തയ്ക്കുകയല്ലെന്നും പറഞ്ഞ മിക്കവാറും ഈ ആഴ്ച തയ്ക്കുകയല്ല, ഈ ആഴ്ച കഷ്ടിച്ച് കണ്ണും മേലോട്ടുള്ള നോട്ടമൊക്കെ കണ്ടിട്ട് എപ്പോൾ പോയാലും കൊള്ളാം, പോകേണ്ട സ്ഥലത്ത് പൊക്കോണം. അതിനാ യോഗ വിട്ടിരിക്കുന്നത്. ഉറക്കം തൂങ്ങി ഉരുണ്ട് വീണ് നരകത്തിൽ പോകാതിരിക്കുന്നില്ല, നല്ലത് കൈയടിച്ച് പ്രാർത്ഥിച്ചങ്ങ് പോവുകയാണെങ്കിൽ അതാ കുറച്ചുകൂടെ നല്ലത്. കർത്താവിന് മഹത്വം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒടുവിലത്തെ 2 അധ്യായം 2 മരണമാണ്. ഏത് മനുഷ്യനും ഈ വഴിയെ പോകണം. ഏതാ? മരണം വഴി. എൻ്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്ന പാട്ട് പാടാൻ, പുള്ളി ഇപ്പം ഇല്ല. കർത്താവിന് മഹത്വം. അതുകൊണ്ട് ഞാൻ പാടുന്ന പാട്ട് ഇപ്പം എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. എനിക്കത് ശബ്ദത്തിനും അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും എൻ്റെ ഒരു ശൈലി പാടി പ്രസംഗിക്കുന്നതാണ്. സ്വരം അത്ര നല്ലതല്ല, ട്യൂണ് ഒന്നും നിങ്ങളുടെ അത്ര ഒന്നും ഒക്കത്തില്ല, ഒക്കെ എനിക്കറിയാം. എന്നാലും പാടി പ്രസംഗിക്കുന്നതാണ് ഇഷ്ടം. സ്തോത്രം. അപ്പോൾ ഈ കത്തോലിക്ക സഹോദരന്മാർ പാടുന്ന ഈ മരണ വീടുകളിലൊക്കെ പാടുന്നത് നല്ല നല്ല വരിയായിരിക്കും. എൻ്റെ വരികളെല്ലാം അങ്ങ് മറന്നുപോയി. ആ വരി ഇങ്ങനെ: മരണം വരുമൊരു നാൾ ഓർക്കുക മാർത്യാ നീ. മരിക്കുമെന്ന് നിങ്ങളിപ്പോൾ പറയാം, ദൈവമേ എങ്ങനെയും രക്ഷപ്പെടാമെന്ന് വന്നപ്പോൾ അങ്ങേര് പറയാ മരിക്കും. അത് പറയാനും കൂടെ ഞാൻ ഇത്രയും ദൂരം വേണ്ടിയാണ് വന്നത്. ആ നോട്ടോ ഇരിപ്പം പോക്കും മുണ്ട് മടക്കി കുത്തിയുള്ള നിപ്പും ആ കവലയിലുള്ള നിപ്പും ഇങ്ങനെ ഉള്ള ആ നിപ്പും ആ മീശ ഇല്ല, പൊടിയേ ഉള്ളു, എന്നാലും ഇത് പിരിച്ചൊരു നിപ്പും നമ്മളെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് വിടുന്നതൊക്കെ കണ്ടാൽ ഇവൻ ജാഗയിലെന്നും പറഞ്ഞാൽ നിൽക്കുന്നത്. മരിക്കും. മരണം വരുമൊരു നാൾ ഓർക്കുക മാർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽക്കർമ്മങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ ആ വരി കൃത്യമായിട്ട് കൊടുക്കുന്നില്ല, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നാലും നല്ല പാട്ടാ. മരണം വരും, നീ ചാകും, പ്രസംഗിക്കുന്ന ഞാനും ചാകും. ജീവിക്കുമ്പോൾ നേരും ചൊവ്വിനും ജീവിച്ചോണം. പെന്തിക്കോസിൽ ചേരണമെന്നല്ല ഞാൻ പറഞ്ഞത്, മര്യാദയ്ക്ക് ജീവിക്കണമെന്ന്. കർത്താവിന് മഹത്വം. എല്ലാവരും മരണം വഴിയായി കടന്നു പോകണം. തോട്ടത്തിൽ മേരി മെനിഞ്ഞ എന്ന് പറയുന്നൊരു കവിയത്രി ഉണ്ടായിരുന്നു. തോട്ടം കവിതകൾ പണ്ട് പഠിച്ചതാ, നിങ്ങൾക്കും അറിയാം. അതിന്റെ വരികൾ ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ വരികളാ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ. ഇവിടെങ്ങും പള്ളക്കൂടം ഇല്ലയോ? പഠിച്ചാ ഇല്ലയോ? നമ്മൾ പഠിച്ചതാ പണ്ട്. എനിക്ക് 4ാം ക്ലാസ്സിലാണ് അന്ന് പഠിച്ചത്. അന്ന് പഠിച്ച കാര്യമാണ് പറഞ്ഞത്, ഇന്നത്തെ കാര്യമല്ല. അന്ന് അതിലെല്ലാം പറങ്ങാണ്ട് പെറുക്കി കിടന്നേച്ച്. നാലാം ക്ലാസ്സിലെങ്ങാണ്ടാ പഠിച്ചത്. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കുമെന്ന് സംഭവിച്ചു കേട്ടുകേൾവി ഇല്ലകോ. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും എല്ലാം അമർന്നു പോയെന്ന്. നിന്നേക്കാൾ മീശയുള്ള, നിന്നേക്കാൾ നെടുപ്പമുള്ള, നിന്നേക്കാൾ മസിലുള്ള,
നിന്നേക്കാൾ തണ്ടികിടമുള്ള സമുദ്രത്തെ നോക്കിയിട്ട് ആക്രോശിച്ച് പറഞ്ഞ കരയായിരുന്നേ വെട്ടിപ്പിടിക്കായിരുന്നെന്ന്. അങ്ങനെയുള്ള മിടുക്കന്മാര്, പിന്നെ ഞൊട്ടാൻ പോലുള്ള നീയെ, നിന്നേക്കാൾ വമ്പന്മാരെല്ലാം എന്നേക്കാൾ, നിങ്ങളെക്കാൾ, നമ്മേക്കാൾ, നമ്മൾ അറിയുന്നവരെക്കാളൊക്കെ മിടുക്കന്മാർ മരണം വഴിയായി അമർന്നു പോയെന്ന്. ഒരെണ്ണത്തിന്റെ പേര് പോലും ഇപ്പൊ ആരും ഓർക്കുന്നുമില്ല. സ്തോത്രം. മരണം പിടികൂടും. ഞാൻ അമ്പലത്തിൽ പോയ കാലത്ത് എന്നും നാമം ജപിക്കും. ഞങ്ങളുടെ വീട്ടിൽ നിർബന്ധമാണ്, നാമം ജപിച്ചാൽ കഞ്ഞി തരുവുള്ളൂ. ഇവിടെ ഇപ്പൊ പ്രാർത്ഥിച്ചില്ലേലും ചോറ് തരും. അപ്പം അന്ന് അങ്ങനെ ചിട്ടയുണ്ട്. ആ ചിട്ട ഇപ്പം പെന്തിക്കോസ് വന്നപ്പോൾ കുറച്ചുകൂടെ കൂടി, കർക്കശമായിട്ട് പ്രാർത്ഥന. അപ്പോൾ അന്ന് നാമം ജപിക്കുമ്പം ഒരു ശീലമുണ്ട്. ഹൈന്ദവ സ്നേഹിതന്മാർക്ക് അത് മനപ്പാടമാണ്. ഞാനിപ്പം 10-30 വർഷമായതുകൊണ്ട് ചൊല്ലാതിരിക്കുന്നത് കൊണ്ട് വരികളൊക്കെ അങ്ങ് മറന്നുപോയി. എന്നാലും നല്ല അർത്ഥമുള്ള വരികളാണ്. അത് പണ്ട് ചൊല്ലിയിട്ടുണ്ട്. അത് വളരെ അർത്ഥസമ്പുഷ്ടമായ വരികളാണ്. മരണത്തെ പറ്റിയാ. മരണം വരും, മരണം വരുമിനി എന്ന് നനച്ചിക മരുവുക സതതവെന്ന്. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും ഒന്നുരിയാടുവതിന്നിടകിട്ട വന്നാൽ യമ്മ പടർ നാരായണ ജയ. ഇതിപ്പോ ചൊല്ലിയാ പെന്തിക്കോസുകാരെ പറയാൾ നാമം ചൊല്ലി നടക്കാന്ന് പറയും. ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ മുഖം ചിലരുടെ ചിലത് ഭയങ്കര ആത്മീയരുണ്ട്. അവരുടെ മുഖം ഉടനെ അങ്ങ് അവൻ വലിയ വിഷമാണ്. അല്ല ആത്മീയമൊന്നുമല്ല, വിഷത്തിൻ്റെ കാള കൂടവാണ്. അല്ല ആത്മീയമൊന്നും ഉണ്ടായിട്ടല്ല. അപ്പം ഞാനിതെല്ലാം ചൊല്ലുന്നതെന്നും പറയുന്നത് മരണം വരുമെന്ന് അറിയിക്കാനും കൂടാ. എല്ലാവരും മരിക്കും. പ്രസംഗിക്കുന്ന ഞാനും മരിക്കും, കേൾക്കുന്ന നിങ്ങളും മരിക്കും. ക്രൈസ്തവ ലോകത്തെ കേരളത്തിലെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശി. പരമഭക്തനായിരുന്നു, എല്ലാവരും സാക്ഷ്യം കൊണ്ടയാളാണ്. അദ്ദേഹം എഴുതിയ പാട്ടുകളൊക്കെ വളരെ ഏത് സാധാരണക്കാർക്ക് പാടിയ ആശ്വാസ ഗീതങ്ങളാണ്. അപ്പം തന്നെ നല്ല അർത്ഥസമ്പുഷ്ടമായ 2 വരികൾ ഉപദേശി എഴുതി. നമുക്കെല്ലാം മനപ്പാടമാണ്. കൊട്ടാരമായാലും വിട്ട് മതിയാകൂ, കോട്ടയ്ക്കകത്തേക്കോ മൃത്യു ചെല്ലും. കൊട്ടാരമായാലും വിട്ട് മതിയാകൂ, കോട്ടയ്ക്കകത്തേക്കോ മൃത്യു ചെല്ലും. 10,000 നീല പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. കാലന്റെ കോലമായി മൃത്യു വരുന്നെന്റെ കാലും കയ്യും കെട്ടി കൊണ്ടുപോവാ. കണ്ണും മിഴിച്ചു ഞാൻ, വായും പിളർന്നു ഞാൻ, മണ്ണോടു മണ്ണങ്ങുയർന്നിടുമേ. അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരമോർക്കിൽ, അയ്യോ എനിക്കൊന്നും വേണ്ട വാരിൽ. അപ്പൊ ആ വരികളൊക്കെ വളരെ കുറുക്കി കൊള്ളുന്ന വരികളാണ്. മനസ്സിലായോ? ഒടുവിലത്തൊരു വലിവുണ്ട്. അതാ ഇടുപ്പ് 2 കൂടെ കൂട്ടിപ്പിടിച്ചൊരു വലിവാണ്. അപ്പം ആ വലി ഓർത്താൽ അയ്യോ എനിക്കൊന്നും. മനസ്സിലായോ? മരണം വരും, പിടികൂടും, സകല എണ്ണവും പോവും മരണം വഴിക്കാൻ. എന്നാൽ ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണം കൊണ്ടൊരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ലെന്നായി പുസ്തകം പഠിപ്പിക്കുന്നത്. അത് അങ്ങനെ തന്നെ. സ്തോത്രം. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നീ നല്ല നിലയിലാകണമെങ്കിൽ ഈ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞോണം. മനുഷ്യ ജീവിതം 2 വിഷയത്തിൽ അനിശ്ചിതമാണ്. ഞാനിങ്ങനെ പറയുന്നത്, 1 ക്ഷണികത, 2 നിത്യത. 1 ക്ഷണികത, 2 നിത്യത. ക്ഷണികത അതാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം, അല്പായുസം. അതിന് വേദപുസ്തകത്തിൽ പല പേരുകളാണ്. ചാഞ്ഞു പോകുന്ന നിഴല്, പുരപ്പുറത്ത് പുല്ല്, ഇങ്ങനെയൊക്കെയാണ്. പാടിപ്പോകുന്ന പൂവെ പോലെ. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം. അപ്പം ഇതെല്ലാം ക്ഷണികതയെ കാണിക്കുന്നതാണ്. എന്നാൽ ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്, നിത്യത. പിന്നെ നമ്മൾ മരണ വീട്ടിൽ പറയും മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായാൽ. അത് കേട്ട് 79 തള്ള വെപ്രാളപ്പെട്ടു, 70 വല്യപ്പനൊരു അസ്വസ്ഥത. അത് നമ്മുടെ കാര്യമല്ല പറയുന്നത്. അത് മരുഭൂമി യാത്ര ചെയ്ത ഇസ്രായേലിൻ്റെ ചരിത്രമാണ് പറയുന്നത്. കാരണം 70 ഏറെയായാൽ 80 എഴുതിയ മോശയ്ക്ക് തന്നെ അത് പറയുമ്പോൾ 10-120 വയസ്സോളം അടുക്കുന്നു.
അപ്പം നമ്മുടെ കാര്യമല്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ഏത് സമയത്തും മരിക്കാം. നമ്മൾ 108 വരെ ഇരിക്കുക, 108 വരെ ബോധമില്ലാതായിരിക്കുന്നെങ്കിൽ അങ്ങനെ ഇരിക്കുന്നതിൽ നല്ലത് 30 തട്ടിപ്പോകുന്ന ആ ബോധത്തോടെ. അപ്പം ഇന്ന പ്രായത്തിലേ മരിക്കാവൂ എന്നൊരു ഉപദേശം പുതിയ നിയമത്തിലില്ല. ഏത് സമയത്തും മരിക്കാം. പക്ഷെ ഒരു കാര്യം, മരിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. അതിനാ ദൈവം ഇന്ന് രാത്രി അവസരം തരുന്നത്. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല. സ്തോത്രം. നിൻ പ്രാണൻ പോകും മുൻ ആത്മാവിൻ രക്ഷയെ നേടിയിടുക. നിൻ പ്രാണൻ പോകും മുൻ ആത്മാവിൻ രക്ഷയെ നേടിയിടുക. നിൻ പ്രാണൻ പോകും മുൻ ആത്മാവിൻ രക്ഷയെ നേടിയിടുക. ശ്രീയേശു പാതേ വരുമോ നീ വേഗം, ശ്രീയേശു പാതേ വരുമോ നീ വേഗം, കലന്നി കളയാതെ നീയതു മറക്കാതെ, ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ, നീയതു മറക്കാതെ. എമ്പോടു വാണിടും ധനാഢ്യ സാധുക്കളായോരും, എമ്പോട് വാണിടും ധനാഢ്യ സാധുക്കളായോ, ഓടെമ്പോട് വാണിടും ധനാഢ്യർ സാധുക്കളായോരും, ഓടെമ്പോട് വാണിടും ധനാഢ്യർ സാധുക്കളായോരും, ഓ എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം, എല്ലാരും ഒരുപോലെ ലോകം ഇല്ലാതെ വെടിനീടും, നീയതു മറക്കാതെ, ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ, നീതു മറക്കാതെ, നീയതു മറക്കാതെ. മറക്കാതെ. രക്ഷയുണ്ടെന്ന് ചോദിച്ചു കിഴക്കോട്ട് ഓടണ്ട, അത് പരിവക്കേടാ. രക്ഷയുണ്ടോ എന്ന് ചോദിച്ചു പടിഞ്ഞാട്ടോടണ്ട, അത് അതിലും പരിവക്കേടാ. കടലിളകി വരുന്നു, തിരമാല കയറി വരുന്നു, കിഴക്കിൽ നിന്ന് ഉരുള് പൊട്ടി ഇറങ്ങി വരുന്നു, മുഴുവൻ പ്രശ്നങ്ങളാ. കർത്താവിന് വടക്കോട്ട് ചെല്ലണ്ട, അവിടെ ഇപ്പം പ്രശ്നം നടക്കുക, എല്ലാം ശാന്തമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തെക്കുമെല്ലാം പ്രശ്നമാ. രക്ഷ നിന്റെ സമീപത്തുണ്ട്. രക്ഷകൻ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. 5 പൈസ കൊടുക്കണ്ട. എൻ്റെ യേശുവെ, ഞാനൊരു പാപിയാ, എന്നെ രക്ഷിക്കണം, അങ്ങയുടെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണമെന്ന് ആത്മാർത്ഥമായി ഇന്ന് രാത്രി ആര് ഉള്ളൊരുകെ പ്രാർത്ഥിക്കും, അവരെ രക്ഷിക്കുവാൻ വല്ലവത്തമുള്ളവനാ ക്രിസ്തു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിൻ്റെ മതത്തിൻ്റെ സംഘടനയുടെ ദൈവമല്ല. യേശു മുഴു ലോകത്തിൻ്റെ ദൈവമാണ്. ഏത് മതത്തിലും കുടുംബത്തിലും കുലത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുവിനെ ആരാധിക്കുക, അംഗീകരിക്കുക, സേവിപ്പാൻ, സ്നേഹിപ്പാൻ അവന് സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാനും ഇങ്ങനെ നിൽക്കുന്നത്. ഇത് വലിയ പുള്ളിക്കാർക്ക് മാത്രമായിരുന്നെങ്കിൽ അവർ മാത്രമേ ഇത് കൈകാര്യം ചെയ്തേനെ. അങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്ത ആൾക്കാർ പണ്ടുണ്ടായിരുന്നു. അവർ മാത്രമേ ഇത് ഓരോന്നേ ചെയ്യുള്ളൂ. ബ്രാഹ്മണോകം നരേന്ദ്രോഗം എന്നിങ്ങനെ അങ്ങാമ്രടിതങ്ങലർന്നിടുന്ന ജാന്തരെ. അയിത്തമുള്ള കാലമേ ബ്രാഹ്മണർ നടന്നു വരുമ്പോൾ ഇത്ര അടി, ബാക്കിയെല്ലാം ഓടിക്കണം. നായർ ഇത്ര അടി ഓടിക്കണം, ഈഴവർ ഇത്ര അടി മാറി നിന്നോണം, പൊലയൻ ഇത്ര അടി, പറയൻ ഇത്ര എന്ന് വേണ്ട എല്ലാം അടിക്കണക്കന. മാറി നിന്നില്ലേ വേറെ സ്പെഷ്യൽ അടി. ഇപ്പം എങ്ങാനും അടിക്കാൻ ചെന്നാൽ പിള്ളേർ നിന്നെ തത്തിക്കും. അല്ല, അവർക്കും അറിയാം ഇപ്പം അടിക്കാൻ ഒക്കത്തില്ലെന്ന്. അതുകൊണ്ടല്ലേ ഒരു ധാരണയിൽ പോകുന്നത്. നിങ്ങൾ പഴയ അടികാരാ, അതുകൊണ്ട് മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർ നിന്നെ ഏറ്റും, സൂക്ഷം നിന്നെ ഏറ്റിയിരിക്കും. അതുകൊണ്ട് തല്ല് കൊള്ളാതിരിക്കണമെങ്കിൽ, വീട്ടിലെങ്ങാനും അടിയും ഇടിയൊന്നും കൊള്ളാതിരിക്കണമെങ്കിൽ മര്യാദയ്ക്കിരുന്നോണം. പഴയ കാലമല്ല ഇപ്പോഴത്തെ കാലം. ആൾക്കാർക്ക് വിവരമായി.
അപ്പം അതുകൊണ്ട് അന്ന് അയിത്തമുള്ള കാലമുണ്ട്. സ്കൂളിൽ കയറാനൊക്കത്തില്ല, വിദ്യ അഭ്യസിക്കാനൊക്കത്തില്ല, പള്ളിക്കൂടത്തിൽ കയറ്റുകയില്ല, അക്ഷരം പഠിക്കാനൊക്കത്തില്ല, റോഡിൽ കൂടെ നടക്കാനൊക്കത്തില്ല, ഒന്നിച്ച് പന്തിക്കിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കത്തില്ല. വെള്ളത്തുണി ഇതുപോലെ ഇപ്പം ഞാൻ വെള്ളത്തുണി കൊടുത്താണ്ട. പണ്ട് എൻ്റെ വല്യപ്പനായിരുന്നെങ്കിൽ തുണി കരി തേച്ചേച്ച് വേണം കൊടുക്കാൻ. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലാകുന്ന ആൾക്കാരുണ്ട്. ഇതുപോലൊരു തുണി എൻ്റെ വല്യപ്പൻ എടുത്തുകൊണ്ട് വെളിയിൽ കൂടെ നടക്കാനൊക്കത്തില്ല, യവന്മാർ നടത്തുകയല്ലായിരുന്നു. സ്തോത്രം. അതിനെല്ലാം മാറ്റം വന്നത് ഈ പുസ്തകവും സുവിശേഷവും വന്നതാണ്. അത് നല്ല തൻ്റെ ഇടത്തോടെ സ്തോത്രം പറഞ്ഞോണം. അതുകൊണ്ട് എൻ്റെ ഭാഷ പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ കൂടെ വെള്ളത്തുണി എടുത്തോണ്ട്, അതില്ല ഞാൻ എപ്പോഴും വെള്ളത്തുണി എടുത്തോണ്ട് നടക്കുന്നേ. അല്ല ഞാൻ നോക്കിയാൽ ഒരു കളർ കിട്ടാഞ്ഞിട്ടാണോ? പിന്നെ ഒരു കളർ ഷർട്ടുമൊക്കെ മേടിച്ച് എനിക്കും നിങ്ങളെപ്പോലൊക്കെ നടക്കാം. ഞാൻ മനഃപൂർവ്വം എടുത്തോണ്ട് നടക്കുന്നതാണ്. കാരണം എൻ്റെ വല്യപ്പന്മാരെ പണ്ട് ഇതുപോലെ വെള്ളത്തുണി എടുത്തോണ്ട് ഇവന്മാർ നടത്താതിരുന്നതാണ്. അതിൻ്റെ വൈരാഗ്യം കൊണ്ടുണ്ട് എനിക്ക്. സ്തോത്രം. അതിപ്പോൾ കൊടുത്തോണ്ട് ഞാൻ അന്തസ്സായിട്ട് നടക്കുന്ന ഈ പുസ്തകം എടുത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ എൻ്റെ സാരം. സ്തോത്രം. ഇതാണ് നമ്മെ ഉയർത്തിയത്. അതുകൊണ്ട് ഇത് കക്ഷത്തി വെച്ചും കൂടിനകത്ത് താത്തോണ്ട് നടക്കുകയല്ല, നല്ല നെഞ്ചത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ ഇടത്തോടെ ആ നടനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഇതാരേലും വന്ന് പറിച്ച് കയറിയ സ്തോത്രം പറഞ്ഞോണം, ബാക്കി ദൈവം കയറിക്കോളും. അപ്പം അങ്ങനെയും കൂടി ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഒക്കുകയുള്ളൂ, കാരണം സമയം എടുത്തിരിക്കുക. മനസ്സിലായോ? നമ്മളൊന്നും പറയണ്ട. അവർ വന്ന് അത് മേടിച്ച് പറിച്ച് കയറിയ സ്തോത്രം പറഞ്ഞ് സ്തോത്രം പറഞ്ഞു നിന്നോണം. പിന്നെ ചിലർ തല്ലുമായിരിക്കും, അത് കൊള്ളുന്നെങ്കിൽ കൊള്ളുകയല്ല. ഇപ്പം എന്നാ ചെയ്യുന്നു? ഇപ്പം ആരാണ്ട് പിള്ളേരൊക്കെ തിരിച്ചടിക്കുന്നതൊക്കെ കേൾക്കുന്നത്. ഞാനതായാലും തല്ലുകയല്ല, എനിക്ക് തല്ലാൻ അറിയത്തുമില്ല, തല്ലെനിക്ക് പേടിയാണ്. അതുകൊണ്ടാണെന്നല്ലേ ഞാൻ വണ്ടിക്കകത്ത് 3-4 പേരുമായിട്ടായി നടക്കുന്നത്. അഥവാ ഒരു തല്ല് വന്നാൽ ഞാനങ്ങ് കൊണ്ടുപോയിടും, അവർ തല്ല് മേടിക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ വണ്ടിയെ വരുമ്പോൾ ഒക്കെ സൂക്ഷിച്ചോണം, എനിക്ക് തല്ല് പേടിയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പുസ്തകമാണ് നമ്മളെ ഇത്രത്തോളം ഉയർത്തിയത്. ഇതിനെ ഉയർത്തിയാൽ ഇത് നിന്നെ ഉയർത്തും. സ്തോത്രം. വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടുന്നതിനേക്കാൾ പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും പാരിലിതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവെ 66 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഇതുപോലൊരു പുസ്തകം ഉലകത്തിലുണ്ടായിട്ടില്ല. ഇതെടുത്തത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് ഞായറാഴ്ച പിള്ളേരുടെ മൊബൈലും കൊടുത്തല്ല പള്ളിയിലോട്ട് വേണ്ടത്, വേറെ പുസ്തകം കൊടുത്ത് വിടണം. നീ കൊടുത്തില്ലെങ്കിൽ നീ മേടിച്ചു കിട്ടും. പിള്ളേർ ഞായറാഴ്ച സൺഡേ സ്കൂളിൽ വരുമ്പം വല്യപ്പൻ്റെ അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മാച്ചൻ്റെ മൊബൈലുമായിട്ടല്ല വരേണ്ടത്. പിള്ളേർ സൺഡേ സ്കൂളിൽ വരുമ്പം വേറെ പുസ്തകം കൊടുത്തുകൊണ്ട് വിടണം. വേറെ പുസ്തകം പിടിച്ചുകൊണ്ട് പിള്ളേർ വരണം. അങ്ങനെ കൊണ്ട് കിടക്കുക. വേറെ ദിവസമായിട്ട് നെടുകയും കുറുകയൊക്കെ അങ്ങ് നടന്നോണം. ആരും കയറ്റിയില്ലെങ്കിലും ചുമ്മാ അങ്ങ് വഴി കൂടെ നടന്നേക്കണം വേറെ പുസ്തകം പിടിച്ചുകൊണ്ട്. ശ്രദ്ധിച്ചേ, 147 വയസ്സുള്ള യാക്കോബ് ജരാന്തരം ബാധിച്ച് ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുക. അപ്പോൾ കിടന്ന കിടപ്പിലപ്പം വിളിച്ചു പറഞ്ഞു, കൂടി വാ, ഭാവികാനെ സംബന്ധിച്ച് ഭാവി പ്രവചനം പറയും, എല്ലാവരും വരാൻ പറഞ്ഞു. അപ്പോൾ പിള്ളേരെല്ലാം അപ്പൻ്റെ കിടക്കയുടെ ചുറ്റും 12 എണ്ണം മട്ടം കൂടി ചെന്നു. രൂപേൻ മുതൽ ബെന്യാമീൻ വരെ 12 എണ്ണം. അതൊന്ന് കൊന്നിട്ട് മെച്ചമുള്ള പിള്ളേരാ. കലാപുലി ഇതിനെല്ലാം ഓരോ ടൈപ്പ് സാധനങ്ങളാണ്, ഓരോ ടൈപ്പ്. ആകെ 12 ഉള്ളെങ്കിൽ എന്തെല്ലാം സ്വഭാവമാണെന്നറിയോ അവന്മാരുടെ ഇരിക്കുന്നത്. രൂപേൻ, അവനെപ്പറ്റി വായിക്കുന്നത് അവന് ഒരു സ്ഥിരതയുള്ളവനല്ല. വായിച്ചേ, രൂപേനേ നീ എന്റെ ആദ്യജാതൻ, രൂപേനേ നീ എന്റെ ആദ്യജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യബലവും ശ്രേഷ്ഠതയുടെ വൈചിത്യവും ബലത്തിന്റെ വൈചിത്യവും തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവനെ നിനക്ക് ഗുണം വരികയല്ല, അവിടെ ശ്രേഷ്ഠനാകുകയല്ലെന്നാ. അപ്പൊ ആദ്യത്തവനാ രൂപൻ ഗുണമാകുകയല്ല, കാരണം ഇവനെ സ്ഥിരതയുള്ളവനല്ല. സ്ഥിരതയില്ലാത്ത ആർക്കും നിലനിൽക്കാനൊക്കത്തില്ല. സ്ഥിരത വേണം. എന്തിലൊക്കെ? എല്ലാത്തിലും സ്ഥിരത വേണം. വചനത്തിൽ സ്ഥിരത വേണം. ഈ അടുത്ത സമയത്ത് ഞാനും ഞങ്ങളുടെ ഒരു അച്ചായനും ഒക്കെ ഇരുന്നപ്പം വേറെ ആൾ പറഞ്ഞു, ഇവിടെ ഒരു സമ്മാനം നടക്കുക. അപ്പോൾ ചോദിച്ചു, എന്തുവാ സമ്മാനം? ആഭരണം ഇടാമോ ഇടാൻ പാടില്ലയോ? അതാ സമ്മാനം. തെളിയിക്കുക. ആഭരണം ഇടാമോ ഇടാൻ പാടില്ലയോ? അപ്പം അച്ചായൻ നല്ല കുറിക്കും മറുപടി പറഞ്ഞത്. പുള്ളി പറഞ്ഞു, ഇടയതിപ്പം നമ്മൾ പഠിച്ചതും പഠിപ്പിക്കുന്നതെല്ലാം ഇടുന്നില്ലെന്നാ. അതങ്ങനെ തന്നെ. ഇനിയിപ്പോൾ അവിടെ ചെന്ന് ഇടണമെന്ന് പഠിപ്പിച്ചാലും നമ്മൾ ഇടുകയല്ല. അപ്പം പിന്നെ പോയിട്ട് യാതൊരു കാര്യവും. അതാ ഇപ്പോഴത്തെ സമ്മാനം. ദൈവം ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നല്ലേ നമ്മൾ വിശ്വസിക്കുക, അനുഭവിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ അത് കേൾക്കാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? കേൾക്കാൻ പോകുമ്പോൾ ഓർത്തോണം, നിനക്കിപ്പോൾ സംശയത്തിൽ നിൽക്കുക.
അന്യഭാഷ ഉണ്ടോ ഇല്ലയോ, അതിനാ അവിടെ തപ്പാൻ പോകുന്നത്? ഉണ്ടെന്നല്ല നമ്മൾ പറയുന്നുണ്ടല്ലോ. പിന്നെ നീ പിന്നെ കേൾക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്, നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഓർത്തണം, നിനക്ക് ഇമ്മ ഈ വായി വരുന്ന കണ്ട് വിളിച്ച് പറഞ്ഞേച്ചിരിക്കുക. ഇതിന് സ്ഥിരതയുണ്ടായിരിക്കണം. സ്നാനം വെള്ളത്തിൽ മുങ്ങണോ തളിക്കണോ കുടകണോ? നമ്മൾ മുങ്ങുന്ന അത് പഠിച്ചതും പഠിപ്പിക്കുന്നതും അങ്ങനെ ചെയ്യുന്നതും നമുക്കൊരു സ്ഥിരതയുണ്ടല്ലോ ഇതിൽ. അപ്പൊ ഈ രൂപേന് യാതൊരു സ്ഥിരതയുള്ളവനില്ല. നീ അസ്ഥിരനാ, നീ ശ്രേഷ്ഠനാകത്തില്ല. ഞാൻ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്നില്ല. അടുത്തത് ശിമയോനും ലേവിയും 5-ാം വാക്യം. ശിമയോനും ലേവിയും സഹോദരന്മാർ. ശിമയോനും ലേവിയും സഹോദരൻ. അപ്പൊ ഇവര് ക്ഷിപ്രകോപികളാ, സാഹസക്കാര് പിള്ളേരാ, എടുത്തുചാട്ടക്കാരാ. എന്ന് പറഞ്ഞാൽ ആത്മസംയമനമില്ലാത്ത രണ്ടെണ്ണം. ദൈവകുഞ്ഞുങ്ങൾക്ക് ആത്മസംയമനം വേണം. നമ്മളിപ്പോ സുവിശേഷം പറയാൻ ഒരു വീട്ടിൽ ചെന്നു, നമ്മളെ തെറി പറഞ്ഞു, കയ്യിരുന്ന ട്രാക്ട് വലിച്ചു കീറി, ചിലപ്പോൾ 2 തെരുവായിരിക്കും. അത് മേടിച്ചോണം. അത് ഇതിനകത്തുള്ളതാ, അത് പോക്കറ്റ് മണിയാ. മനസ്സിലായോ? ശമ്പളം പിന്നെ അങ്ങ് ചെല്ലുമ്പോഴാണ് കിട്ടുന്നത്. ആത്മസംയമനത്തോടെ അവിടെ നിൽക്കണം. എടുത്തിയാടുകയൊന്നും ചെയ്യരുത്, എടുത്തിയാടുകയൊന്നും പറയരുത്. അപ്പോൾ 2 പിള്ളേര് സാഹസക്കാരെ പിള്ളേരാ, ശിമയോനും ലേവിയും. അവര് എടുത്തിയാട്ടക്കാരാ. അങ്ങനെ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. പിന്നെ യഹൂദ, അത് ബാലസിംഹം. പിന്നെ നഫ്താലി സ്വതന്ത്രയായിട്ട് നടക്കുന്ന പേടമാൻ, ദാൻ വഴിയിൽ പാമ്പ്. ഇങ്ങനെ ഓരോ പിള്ളേരും ഓരോ പ്രകൃതക്കാരാ. വിസ്തരിക്കുന്നില്ല. ഇങ്ങനെ പിള്ളേരെയെല്ലാം ഭാവികാലം സംബന്ധിച്ച് ദൂത് പറഞ്ഞേച്ച്, കാര്യങ്ങളെല്ലാം പറഞ്ഞേച്ച് കണ്ണടച്ചെന്നല്ല, കാലെടുത്ത് കട്ടിലെ വെച്ചെന്ന. 33-ാം വാക്യം ഒന്ന് വായിച്ചേ. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം ഉണ്ടോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീർന്നേച്ചാ അപ്പം മരിച്ചത്. അല്ലാതെ ആന്ന് വെച്ചേച്ച് അങ്ങ് ഉണ്ടായിരിക്കുകയല്ലായിരുന്നു. കാര്യങ്ങളെല്ലാം പിള്ളേരോട് പറഞ്ഞു ഭാവികാലം സംബന്ധിച്ച് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാല് കട്ടിലിന്മേൽ എടുത്തു വെച്ച് പ്രാണനെ വിട്ടു. നല്ല മരണം. അല്ലാതെ ആമ്പലിന്റെ വള്ളി പോലെല്ലാം തൂക്കിയിട്ട് നമ്മൾ ജില്ലിനകത്തോടെ വല്യപ്പനെ കണ്ട് ഒരു കാല് താഴെയും കിടന്ന് ഒരു വള്ളി താഴെയും പോയി വെള്ളം ഇറക്കാതെ അവർ തന്നെ കാലെല്ലാം എടുത്തിട്ട് കെട്ടിപ്പൂട്ടി തരുന്നല്ല. മനസ്സിലായി കാണും ഞാൻ എന്നെ ഉദ്ദേശിച്ചെന്ന്. വീട്ടിൽ വെച്ച് തന്നെ മരിച്ചത്. കാലെടുത്ത് കട്ടിലെ തന്നെ വെച്ച് പ്രാണനെ വിട്ട് പിതാക്കന്മാരോട് ചേർത്ത് നല്ല മരണം. ഇതുപോലൊരു മരണമാണ് യോസെഫിന്റെ മരണം. 49 യാക്കോബിന്റെ മരണം, 50 യോസെഫിന്റെ മരണം. യോസേഫ് മരിക്കുന്നതിന് മുന്നേ സഹോദരന്മാരോട് പറഞ്ഞു, പിന്നെ ഞാൻ മരിക്കാൻ പോവുക, പക്ഷേ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കനാനിലോട്ട് പോകും. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ അവിടുത്തുകാരാ. അങ്ങനെ നമ്മൾ മിസ്രയീം വിട്ട് കനാനിലേക്ക് പോകുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണം. കാരണം അത് ഇവിടെ ഇടരുത്, ഞാൻ അവിടുത്തുകാരനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളെല്ലാം പരദേശികളാണ്. വേദപുസ്തകത്തിൽ ദൈവകുഞ്ഞുങ്ങൾക്ക് വിശേഷമായ പല പദങ്ങളുണ്ട്. അതിലൊരു പദമാണ് നമ്മൾ പരദേശികൾ. അബ്രഹാം പറഞ്ഞല്ലോ, ഞാൻ വന്ന് പാർക്കുന്നവനും പരദേശി. ഇസഹാക്കും അങ്ങനെ തന്നെ പാടിയാ മുമ്പോട്ട് പോയത്, പരദേശികൾ. യാക്കോബും പറഞ്ഞല്ലോ, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം. പിന്നിങ്ങോട്ട് വരുമ്പോൾ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ അന്യനും പരദേശിയും. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസ് പറഞ്ഞു, പ്രവാസികളും പരദേശികളും. പൗലോസ് കൊരിന്ത്യലേഖനം 5 പറഞ്ഞു, ആമൻ ഇവിടെ പരദേശിയാണെന്ന്. ഞാനും നിങ്ങളും പരദേശികളാണ്. നമ്മുടെ സ്ഥിരമായ വാസവും സ്ഥലവും വേറെ ഒരു സ്ഥലമാണ്. അതെ, സകല മനുഷ്യരും മരണം വഴിയായി കിടന്നു പോകും. 32 അധ്യായം, ഒടുവിലത്തെ 2 അധ്യായം മരണമാണ്. ഇനി ഞാൻ വിസ്തരിക്കുന്നില്ല. പിന്നെ പുറപ്പാടും ലേവിയ പുസ്തകവും സംഖ്യമൊക്കെ പോട്ടെ. നമ്മൾ വായിച്ച വാക്യത്തോട് കൂറു പുലർത്തേണ്ടത് കൊണ്ട് 1-2 കാര്യം ഉറപ്പിക്കാം. ഹോശിയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 14 നമ്മൾ വായിച്ചത്. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയെ കൊണ്ട് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. വേദപുസ്തകത്തിൽ 2 വിധത്തിലാണ് പ്രവചനം, വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. വലിയ പ്രവാചകന്മാരുടെ നിരയപ്പെട്ട വ്യക്തികളെ യശയ്യാവ്, യിരെമ്യാവ്, എഹെസ്കേൽ, ദാനിയേൽ. ചെറിയ പ്രവാചകന്മാരാണ് ഹോശിയ മുതൽ മലാക്കി വരെയുള്ള പ്രവാചകന്മാർ. അതിൽ ചെറിയ പ്രവചന പുസ്തകമാകുന്ന ഹോശിയ പ്രവചനം 2-ാം അധ്യായം 14-ാം വാക്യമാണ് ചിന്തയ്ക്ക് നമ്മൾ എടുത്തത്. ഇതിൽ വായിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയെ കൊണ്ട് എന്നവളോട് സംസാരിക്കും. ഞാൻ സമയത്തെയും ഭയപ്പെടുന്നത് കൊണ്ട് അധികം ദീർഘമാക്കുന്നില്ല. മരുഭൂമിയിൽ കൊണ്ട് എന്ന് സംസാരിക്കും. മരുഭൂമിയിൽ എന്തൊക്കെയുണ്ട്? ഒരു ചെറിയ സബ്ജക്റ്റ് പറഞ്ഞ് പെട്ടെന്ന് അങ്ങിരിക്കാം. മരുഭൂമിയിൽ എന്തൊക്കെയുണ്ട്? എന്താണ് മരുഭൂമി? ഒറ്റ വാക്കിൽ മറുപടി പറയാം. മരുഭൂമി എന്ന് പറഞ്ഞാൽ, പുതിയ നിയമത്തിൻ്റെ ഉപദേശം കൂടെ ചേർത്ത് പറഞ്ഞാൽ, വ്യാഖ്യാനിച്ചാൽ, ചില ഇടങ്ങളിൽ മരുഭൂമി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഭ. അതാണ് മരുഭൂമി.
കാരണം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ ഒരു പ്രയോഗമുണ്ട്, മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവൻ എന്നൊരു പദമുണ്ട്. വായിച്ചേ, ആ 7-ാം അധ്യായത്തിന്റെ 38-39 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 38-39 വാക്യം. സീനാൽ മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ മരുഭൂമിയിലെ സഭയിലിരുന്നവൻ. പടിനിയമത്തിൽ ആ ഭാഗം പറയാം, മരുഭൂമിയിലെ സഭയിൽ. ആട്ടെ, വ്യാഖ്യാനിക്കാൻ നേരമില്ല, ഒറ്റവാക്കി പറയാം. മരുഭൂമി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സഭ. ഈ മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യാത്ര ചെയ്താൽ ഈ മരുഭൂമി യാത്ര ആനന്ദത്തിന്റെ യാത്രയാണ്. അപ്പോൾ മരുഭൂമി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സഭ. ഏതാണ് സഭ, എന്താണ് സഭ, ആരുടെയാ ശരിയായ സഭ? തർക്കം നടക്കുന്ന കാലമാണ്. എന്തോ തർക്കവും കേസും കോടതി മഴക്കും ബുക്ക് ഇതെല്ലാം. ഞങ്ങളുടേതാണ് ശരിയായ സഭ, അവരുടേത് ശരിയായ സഭയല്ല, ഇതാണ് സാക്ഷാൽ സഭ, അത് സത്യസഭയല്ല, ഇതാണ് സത്യം. എന്തെല്ലാം തർക്കമാണ് നടക്കുന്ന, കേസും കോടതി മഴക്കും ബുക്കാറും എല്ലാം സഭയ്ക്ക് വേണ്ടിയാണ്. കത്തോലിക്ക സഹോദരന്മാർ പറയുന്നത് സാക്ഷാൽ സഭ കത്തോലിക്ക സഭയാണ്. അവർ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് തിരുസഭ. വത്തിക്കാനിൽ, റോമിലെ വത്തിക്കാനിൽ പോപ്പിന്റെ കീഴിൽ സർവത്രികമായി പടർന്ന് വിശുദ്ധമായി കിടക്കുന്ന കത്തോലിക്ക സഭ സ്ഥാപന ജംഗമ വസ്തുക്കൾ നിർണ്ണയിക്കാൻ പറ്റാത്ത വിധത്തിൽ കോടികളാണ്. അപ്പോൾ അവർ പറയുന്ന ശരിയായ സഭ കത്തോലിക്ക സഭയാണ്, തിരുസഭ. അപ്പോൾ അവരെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഓർത്തഡോക്സ് യാക്കോബ വിഭാഗം. ഇപ്പോൾ അല്പം തർക്കം നടക്കുക. അവർ പറയുന്ന ശരിയായ സഭ യാക്കോബായ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയാണ്. പാരമ്പര്യം അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ പത്രോസിന്റെ സിംഹാസനം അന്ത്യോക്യയിലുണ്ടെന്നൊക്കെ വാദിച്ച്, പുള്ളിക്ക് കൊരണ്ടി പോലും ഇല്ലെന്നുള്ളത് പരമാർത്ഥം നമുക്ക് പുസ്തകം പഠിക്കുമ്പോൾ അറിയാം. പിന്നെ ആ സിംഹാസനം അത് നിങ്ങൾക്കൊന്നുമില്ലായിരുന്നു. അത് പിന്നെ പോട്ടെ, വേറൊരു വിഷയം അത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉടുതുണിക്ക് മറതുണിയില്ലായിരുന്നു നിങ്ങൾക്ക്. അയ്യോ, ഇന്നത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ കഴിക്കുന്നതൊക്കെ കണ്ടാൽ നമ്മൾ അന്തം വിട്ടു പോകും. അതുങ്ങൾക്ക് കഴിക്കാൻ യോഗമൊക്കെ കഴിഞ്ഞ് പക്ഷെ പ്രാണം തല്ലിയാ പോകുന്നത്. അതുകൊണ്ടല്ലയോ വലിയവരുടെ മയിലിറങ്ങി കതിര് പറിച്ച് തിരുമ്മി തിന്നത്. ആ പത്രോസിന്റെ ഇപ്പോൾ ഇങ്ങോട്ട് പിൻഗമിക്കുന്ന ആൾക്കാർ കഴിക്കുന്നതൊക്കെ നമുക്ക് പൊതുവെ പറയാൻ തന്നെ നമുക്ക് നാണക്കേട് പേടിക്കാം. അവർക്ക് യോഗം കഴിഞ്ഞ് കഴിക്കാൻ പോലും ഒന്നുമില്ല, കതിരൊക്കെ പറിച്ച് തിരുമ്മി തിന്നുക. ഇന്നിപ്പോൾ യോഗമൊന്നും കാര്യമായിട്ടില്ലെങ്കിലും കഴിക്കുന്നതിന് യാതൊരു കുറവും. പത്രോസൊക്കെ നടന്നു പോകുമ്പോൾ നെടൽ തട്ടിയാൽ രോഗി സൗഖ്യമാണ്. പക്ഷെ കഴിക്കാനൊന്നുമില്ലായിരുന്നു. യേശുവിൻ്റെ കർത്താവിനും അങ്ങനെ ആയിരുന്നു. വിശന്നിട്ട് അത്തിയെ നോക്കിയത്. ഒരിക്കൽ ദാഹിച്ചിട്ട് കിണറ്റിൻ്റെ വന്നു, കരം കൊടുക്കാൻ കാശില്ല. അങ്ങനെ ആയിരുന്നു കർത്താവ്. ആ കർത്താവിനെ സ്നേഹിച്ചവരും സേവിച്ചവരുമായിരുന്നു ആദ്യമാർ ശിഷ്യന്മാർ. പിന്നെ അങ്ങനെ അന്ത്യോക്യ സിംഹാസനം ഉണ്ടാകുന്നത്. അവർ പറഞ്ഞ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്ന് ദാഹിച്ചും ഉടുപ്പൊന്ന് വായിച്ചത് തെളിവിന് വായിര്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ വായിര്. ഞാൻ പറയുന്നത് വേറെ ദിവസം തന്നെയാണെന്ന് അറിയണമല്ലോ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് ജടേന്ന് വായിക്കുന്ന സമയമില്ല. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, ഞങ്ങൾ ബഹുവചനമായി എഴുതുന്ന പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും എന്ന സാരം. അതാ ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. അടുത്തത് ഈ നാഴിക വരെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുവചനം എഴുതിയ പൗലോസും പിന്നെ പത്രോസും യാക്കോബും അന്ത്രയോസും. പ്രാതാക്കൾ പത്രോസ്, യാക്കോബ്, അന്ത്രയോസ്, യോഹന്നാൻ, ബർത്തലോമായി, അങ്ങനല്ലേ ചൊല്ലേ, അങ്ങനല്ലേ. യാക്കോബും യാക്കോബീം പ്രാതാവാകും യൂദാസ്കറിയോത്തും. പത്രം കേട്ടാ മതി. അപ്പൊ അതാ ഞങ്ങൾ 12 പേര്. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും അല്ല ജ്യൂസ് അടിച്ചിരിക്കുകയല്ല, ദാഹിച്ചും ഉടുപ്പാൻ ഇല്ലാതെയും. അല്ലാതെ പടലി മുതൽ വട്ടനസ് താഴെ വരെ വെച്ചേച്ച് നടക്കുകയല്ല. ഉടുപ്പാൻ ഇല്ലെന്ന് പിന്നെ കുത്തുകൊണ്ടും. അയ്യോ, അതില്ലയോ നമ്മൾ ഇപ്പൊ കൊണ്ടോണ്ടിരിക്കുന്നത്, കുത്തുകൊണ്ടും പിന്നെ സ്ഥിരവാസം കൂടാതെയും. പിന്നെ എങ്ങനെയാണ് അന്ത്യോക്യ സിംഹാസനം ഉണ്ടാകുന്നത്? സ്ഥിരവാസം ഇല്ലെന്ന് എഴുതി വെച്ചേക്കുന്നത്. സ്ഥിരവാസമില്ലാന്ന്. അതുകൊണ്ട് അന്ത്യോക്യയിലും മത്തിക്കാലും വന്ന് സിംഹാസനം കൊരണ്ടിയും ചൂടും ഒന്നും ഇല്ലായിരുന്ന നിവൃത്തങ്ങൾക്ക്. അവര് സേവിക്കുന്ന നാഥനുമില്ലായിരുന്നൊന്നും. ജന്മസ്ഥലം വഴിയം ബലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി. ജന്മസ്ഥല വഴിയം ബലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തിൽ സഞ്ചരിച്ചു. പരകാശിനോ മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ. പരകാശിനും
മുതലില്ലാതെ തലചായ്പാനും തലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ കർത്താവേ നിൻ രൂപയേ എല്ലായ്പ്പോഴും സന്തോഷമേ കർത്താവേ നിൻ രൂപം എല്ലായ്പ്പോഴും സന്തോഷമേ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. സ്തോത്രം. അരക്കാശിന് മുതലില്ലാത്തവൻ, തലയായിപ്പാൻ അടയില്ലാത്തവൻ, ജന്മസ്ഥലം വഴിയമ്പലം, ശയ്യാഗ്രഹം പുൽക്കൂട്, സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. കണ്ടോ? അപ്പോൾ സ്വന്തമായിട്ടൊന്നുമില്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അതായത് നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പോൾ കത്തോലിക്ക സഹോദരന്മാർ പറഞ്ഞ ശരിയായ സഭ കത്തോലിക്ക സഭ തിരുസഭ, യാക്കോബ ഓർത്തഡോക്സുകാർ പറഞ്ഞ ശരിയായ സഭ ഓർത്തഡോക്സ് യാക്കോബ. അപ്പൊ ഇവരെ കടത്തി വെട്ടിയ മാർത്തോമക്കാര് ഇവിടെ അത്ര സ്ട്രോങ് അല്ലെങ്കിലും തിരുവല്ല ഏരിയയിലൊക്കെ സ്ട്രോങ്. അവർ പറയുന്നത് മാർത്തോമ സഭ, തോമാച്ചന്റെ പിൻഗാമികളാണ് അവർ പറയുന്നത്. തോമാച്ചൻ ഇവിടെ 52 വന്നെന്നോ ഏതാണ്ട് 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കിയെന്നോ ഒക്കെ ഇങ്ങനെ പറയുന്നു. ഈ ഭാഗക്കാർക്ക് അത്ര തിട്ടമില്ല, ആ ഭാഗക്കാർ അതിലിങ്ങനെ ഊറ്റം കൊണ്ടിരിക്കുന്നുണ്ട്. 4 ബ്രാഹ്മണ കുടുംബം, കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലോമറ്റം. പകലോമറ്റംകാരാ പത്രത്തിലെല്ലാം മരണപ്പേജിലൊക്കെ വരുന്നത്. കള്ളിക്കാരെ ആരെയും ഇതുവരെ കണ്ടില്ല. പേരത്ര നല്ലതല്ല, അതുകൊണ്ടായിരിക്കും. തോമ കള്ളി കുടുംബം സുഖമല്ല, അതുകൊണ്ടാണ് വരുന്നതെല്ലാം പകലോമറ്റമാണ്. ഞാനിവിടെ പറയത്തില്ല, തിരുവല്ല സൈഡ് ഞാൻ പറയാം. അത് വേറെയും കൂടെ ചേർത്തായിരിക്കും അവിടെ ഇരിക്കുന്നത്. ഇവിടെ വേറെ നിങ്ങൾക്കുള്ള ഞാൻ പിന്നെ തിരച്ചിൽ കഴിയട്ടെ. അത് വേറൊരു വിഷയമാണ്, നമുക്ക് പിന്നെ പറയേണ്ട കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ അവർ പറഞ്ഞത് ഞങ്ങളാണ് അതിൻ്റെ മാർത്തോമാ സഭ. ഉണർവുണ്ടായി, യാക്കോബായി ഉണർവുണ്ടായി തുടങ്ങിയ സഭയാണ് മാർത്തോമാ സഭ. എബ്രഹാം മൽപ്പാൻ, പാലാകുന്നത്ത് മൽപ്പാനുമൊക്കെ ചേർന്ന് നല്ല സഭയാണ്. അപ്പോൾ ഇവർ പറഞ്ഞത് ശരിയായ സഭ മാർത്തോമാ സഭയാണ്. അതിൻ്റെ ആ തിരുമേന് തന്നെ ഇപ്പം 100 രൂപ വയസ്സുണ്ട്. നല്ല സ്വർണ്ണനാവുകാരൻ, സരസമായിട്ട് കാര്യം പറയാം. അതൊക്കെ നല്ലതാണ്. പക്ഷേ സഭയേതാന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർ പറയുന്നത് ശരിയായ സഭ മാർത്തോമ സഭയാണ്. അവരെ കടത്തിവെട്ടിയാണ് CMS CSI ആദിയായ പണ്ട് CMS അത് CSI. അവർ പറയുന്നത് ശരിയായ സഭ CSI സഭയാണ്, ആംഗ്ലിക്കൻ സഭ. അത് അതിന് തെളിവുകളൊക്കെ അവർ നിരത്തുക. മിഷണറി സഭയാണ്. അവരെയും കടത്തി വെട്ടിക്കൊണ്ടാണ് സാൽവേഷൻ ആർമി, രക്ഷാസൈന്യം. അവർ പറയുന്നത് ശരിയായ സഭ ഞങ്ങളാണ്. അവർക്ക് പ്രത്യേക അവർ യൂണിഫോം ഒക്കെ ഉണ്ട്. അത് ഇറങ്ങി നിന്നാൽ ആ ബാൻഡും ഒക്കെ അടിച്ചൊരു പാട്ട് പാടിയാൽ നമ്മളൊന്നും അവരുടെ വെട്ടത്ത് വരികയല്ല. ആ റിബണുമൊക്കെ വെച്ച് അങ്ങോട്ട് കെട്ടി ആ ബാൻഡൊക്കെ വെച്ച് A മുതൽ Z വരെ അതിൻ്റെ അങ്ങനെ അങ്ങോട്ടല്ലേ, ആരോട് പറയാം. അതിന് വട്ടത്തിനടിക്കുന്നതിൻ്റെ പേരെന്നാ, എരിയൻ്റെ പേരെന്നാ? ഡാമറിൻ. ഡാമറിന് A മുതലാ ഇങ്ങനെ അടിക്കുന്നത്. സാൽവേഷൻ ആർമിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരോ ആരിലും ഉണ്ടോ ഒന്ന് കൈപൊക്കിക്കുക. സഭ മാറ്റാനല്ല, ഉണ്ടല്ലോ നിങ്ങൾ പൊക്കുകയില്ല. അങ്ങനല്ലേ അമ്മേ? അമ്മയോട് ചുമ്മാ അങ്ങോട്ട് പോകുന്നതാന്ന് തോന്നുന്നു. അപ്പോൾ A മുതൽ Z വരെ അങ്ങനെ അടിക്കുന്നത്. A മുതൽ Z വരെ നന്നായിട്ട് അവരടിക്കും. അവരുടെ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ നല്ല ട്രെയിനിങ്ങാണ്. അപ്പോൾ അവർ പറയുന്നത് ശരിയായ സഭ അധസ്ഥിതരാകുന്ന അധകൃതരാകുന്ന ആൾക്കാരുടെ ഉന്നമനത്തിന് അഹോരാത്രം പണിപ്പെട്ട നല്ല സഭയാണ് സാൽവേഷൻ ആർമി. അവർ പറയുന്നത് ശരിയായ സഭ സാൽവേഷൻ ആർമിയാണ്, രക്ഷാസൈന്യം. വില്യം ബൂത്താണല്ലോ അതിൻ്റെ സ്ഥാപകൻ. കേരളത്തിൽ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നയാൾ. ആ സഹോദരൻ, എല്ലാവർക്കും സഹോദരൻ എന്നാണ്. അദ്ദേഹം മാവേലിക്കര ആദ്യത്തെ സഭയൊക്കെ ആരംഭിച്ച ചരിത്രമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. നല്ല സഹോദരൻ, കർത്താവിന് എല്ലാവർക്കും സഹോദരൻ. ബോംബെയിൽ നിന്ന് വെച്ച് രക്ഷിക്കപ്പെട്ട് ആ മിഷനറിയായി ചെങ്ങന്നൂർ ആദ്യം പ്രവർത്തനം, പിന്നെ മാവേലിക്കരയിലോട്ട് വന്ന് പ്രവർത്തനം വിപുലപ്പെടുത്തി, പിന്നെ തിരുവനന്തപുരത്ത് സ്ഥലങ്ങളൊക്കെ വാങ്ങി. അതുപോലെ ചരിത്രം. അപ്പോൾ അവർ പറയുന്നത് ശരിയായ സഭ സാൽവേഷൻ ആർമിയാണ്. ഇവരെ കടത്തി വെട്ടിക്കൊണ്ടാണ് ഈ ബ്രദറുകാർ രംഗത്ത് വന്നേക്കുന്നത്. ബ്രദറൻ സഭ, സഹോദര സഭ.
അവര് സ്ഥലസഭയാണ് അതിൻ്റെ പ്രാധാന്യത. അവർ എള്ളു കീറി വചനം പറയും. ഒരു വാക്യമെടുത്ത് കീറാവുന്നതിൻ്റെ പരമാവധി കീറി, എല്ലാ മൂപ്പന്മാരും കീറി, പിന്നെ ഏതെങ്കിലും കൊച്ചുമൂപ്പനുണ്ട് ആ മൂപ്പൻ ഒന്നുകൂടെ ഒന്ന് കീറി, അത് പോയിൻ്റായി, ഉപപോയിൻ്റായി, പിന്നെ അതിൻ്റെ ഒരു പോയിൻ്റായി, പിന്നെ അതിൻ്റെ ഉപപോയിൻ്റായി എന്ന് വേണ്ട. അന്തം വിട്ടുപോകും. അപ്പം അവർ പറയുന്നത് ശരിയായ ബ്രദറൻ സഭയാണ്. അതിന് തെളിവുകളൊക്കെ അവർ നിരത്തുകല്ലയോ. ഇവരെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് പെന്തിക്കോസുകാർ രംഗത്ത് വന്ന് ഇതൊന്നും സഭയല്ല, പെന്തിക്കോസാണ് ശരിയായ സഭ. അത് നമ്മൾ വാക്യം എടുക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 2 മാളിക മുറകിൽ മറുഭാഷ പറഞ്ഞു തുടങ്ങിയ സഭ. അപ്പോൾ നമ്മൾ വാദിക്കുന്നത് പെന്തിക്കോസുകാർ വാദിക്കുന്ന പെന്തിക്കോസാ ശരിയായ സഭയാണ്. അതിന് കാര്യങ്ങളെല്ലാം അങ്ങോട്ട് തെളിയിച്ചാണ് വാദിക്കുന്നത്. പെന്തിക്കോസ് തന്നൊരു വകുപ്പുണ്ട്. TPM-കാർ പണ്ട് CPM എന്ന, ഇപ്പം അത് T ആക്കി, ഇതിലോണിലെ പ്രശ്നം കാരണമാണ്. എന്നാലിപ്പോൾ ഒരു CPM പേര് മാറ്റാത്ത കുറേ പേരുണ്ട്. അപ്പം അവർ പറയുന്നത് TPM ആണ് ശരിയായ സഭ, ദാ പെന്തിക്കോസ് മിഷൻ. അവർ പറയുന്നത് ഇതാണ് പെന്തിക്കോസ്. അപ്പോൾ അതൊന്നും പെന്തിക്കോസ് അല്ല, ദാ പെന്തിക്കോസ്. അപ്പം അവിടെ അതൊന്നും പെന്തിക്കോസ് അല്ല, ദാ പെന്തിക്കോസ്, ഇതാണ് പെന്തിക്കോസ്. അപ്പം ഞാൻ അവിടെ ഒരു ഏജിന്ന് പറഞ്ഞു അതൊന്നും പെന്തിക്കോസ് അല്ല, ദാ പെന്തിക്കോസ്, ഇതാണ് പെന്തിക്കോസ്. മണവാട്ടി സഭ പാട്ടുമൊക്കെ അയ്യോ കേമമുള്ള പാട്ട്. പണ്ടൊരു ഉപദേശം പക്ഷെ ഉണ്ടായിരുന്നൊരു പാട്ട്, ഇനി പാടാൻ വയ്യ. വെളിപ്പാട് 12 ആസ്പദമാക്കി ഒരു പാട്ട് എഴുതി. ഇപ്പം അവത്തുങ്ങളും അതങ്ങനെ പാടാറില്ല. എന്തായാലും ട്യൂണൊക്കെ നല്ലതാണ്. സൂര്യനെ അണിഞ്ഞവൾ പാദത്തിൻ ചന്ദ്രനും 12 താരകം കൊണ്ടുള്ളൊരു മുടി ചൂടിടുന്നവൾ ആരിവൾ ആരിവൾ ആരിവൾ. സൂര്യനെ അണിഞ്ഞവൾ പാദത്തിൻ ചന്ദ്രനും 12 താരകം കൊണ്ടുള്ളൊരു മുടി ചൂടിടുന്നവൾ ആരിവൾ. ഞാനും അത് തന്നെ ആയിരിക്കുന്നേ, ആരിവൾ. അപ്പൊ അവര് പറയുന്നത് ശരിയായ സഭ ദാ പെന്തക്കോസ്ത് പക്ഷേ TPM ആണ്. അപ്പൊ ഞാൻ പറയുന്നത് ഓരോ സംഘടനക്കാരും സഭക്കാരും അവരുൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനമാണ് ശരിയായ സഭയെന്ന് തർക്കിച്ചും വാദിച്ചും ഒക്കെ ഇങ്ങനെ നടക്കുക. എന്നാൽ വേദപുസ്തകം എന്തുവാ പറയുന്നത്? നമ്മുടെ അടിസ്ഥാനം തിരുവചനമല്ലേ? ഈ പുസ്തകം പഠിപ്പിക്കുന്ന ഒറ്റ വാക്യമാ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാ ദൈവസഭ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം നമുക്കെല്ലാം മനപ്പാടമാ. എന്നിരുന്നാലും ഒന്ന് ഉറക്കെ വായിച്ചു തരും മൈക്കിൽ കൂടെ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ട്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഏതാണ് ദൈവസഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. എന്താ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ നിന്റെ രക്ഷകനായി സ്വീകരിക്കണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, കാശ് മുടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട, തീർത്ഥയാത്രയും തീർത്ഥാടനവും നടത്തണ്ട, കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും പോകണ്ട, അരിയോ മലരോ മറ്റ് ഭൗതിക വസ്തുക്കളോ മെഴുകുതിരിയോ എണ്ണയോ ഒന്നും കൊടുക്കണ്ട. വേണ്ട വേണ്ട വേണ്ട, ഒന്നും കൊടുക്കണ്ട. ഒരു സ്ഥലത്തോട്ട് പോകണ്ട. സാധാരണ ഉപദേശിമാർ കൈ പൊക്കും, ഞാൻ പറയാം കൈയും പൊക്കണ്ട കാലും പൊക്കണ്ട. ആടുകയും വേണ്ട, ഓടുകയും വേണ്ട, അലറുകയും വേണ്ട. ഇരിക്കുന്ന കിടത്തിരുന്ന് ഇത്രയും പ്രാർത്ഥിയിര്, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണം, യേശുവേ അങ്ങ് രക്ഷിക്കുവാൻ വല്ലഭത്വമുള്ളവനാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എന്നെ ഞങ്ങളുടെ മകനാക്കി മകളാക്കി തീർക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാ ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർക്കും. സാക്ഷാൽ സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ജാതിയിൽ നിന്നും വംശത്തിൽ നിന്നും ഭാഷയിൽ നിന്നും പല വർഗത്തിൽ നിന്നും വർണ്ണത്തിൽ നിന്നും കാലാകാലങ്ങളിൽ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊടുത്ത് രക്ഷകനായ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് വായ കൊണ്ട് ഏറ്റുപറഞ്ഞ ആ കൂട്ടമാണ് ദൈവസഭ. ഇന്ന് രാത്രി ആ സഭയിൽ അംഗത്വമുള്ളവരെ നിശ്ചയമായിട്ടും ദൈവം ആശീർവദിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി അല്പസമയത്തെ ആ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നാ. മരുഭൂമി എന്ന് പറഞ്ഞാൽ ദൈവസഭ എന്തൊക്കെ ഉണ്ടെന്ന് ഒരു കാര്യം കൂടെ പറയാം. മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഓർപ്പിച്ചല്ലോ, മരുഭൂമിക്ക് യാത്ര ചെയ്താൽ ഇത് അനുഗ്രഹത്തിൻ്റെ യാത്രയാണ്, ഇത് സന്തോഷത്തിൻ്റെ യാത്രയാണ്. ഒന്നും അറിയാൻ മേലാതെ നമ്മൾ യാത്ര ചെയ്യും, വല്ലതും എന്തെങ്കിലും സംഭവിച്ചാൽ തകർന്നു പോകും. പണ്ടൊരു യോഗത്തിന് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ 2 പിതാക്കന്മാരിന്ന് സംസാരിക്കുക. ഒരു പിതാവ് പ്രായമുള്ള പിതാവ്, ഒരു പിതാവ് പുതുതായിട്ട് ഈ മാർഗത്തിൽ വന്നയാൾ, ഒരാൾ പഴയ ആളാണ്. അപ്പം പഴയ ആളിനോട് പുതിയ ആൾ പറയാ, ചാക്കോച്ച ഈ മാർഗത്തിൽ വന്നപ്പോഴാണ് ഇതുകൊണ്ടെന്നറിയുന്നത്, എന്തോ പ്രശ്നമാണ്.
അപ്പോൾ പഴയ ആൾ അല്പം നേരത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു, ഗീവർഗീച്ച ഇതെല്ലാം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനത് ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ പുതിയ വിശ്വാസിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോൾ എന്തോ പ്രശ്നം വന്നപ്പോൾ പുള്ളി തളർന്നു. എന്നാൽ പഴയ ആൾക്ക് അറിയാം എന്തൊക്കെ ഉണ്ടെന്ന്. അതാ പ്രശ്നം വന്നപ്പോൾ പുള്ളി തളർന്നില്ല. പുള്ളി പറഞ്ഞു അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. നമുക്ക് ആ ഭാഗം വിട്ടേക്കാൻ നമ്മുടെ വിഷയത്തിൽ വരാം. എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞിട്ട് യാത്ര ചെയ്താൽ ഈ യാത്ര അനുഗ്രഹത്തിൻ്റെ യാത്രയാണ്. ഈ യാത്ര സന്തോഷത്തിൻ്റെ യാത്രയാണ്. മരുഭൂമിയിൽ എന്തൊക്കെയുണ്ട്? ഞാൻ ചില വാക്യങ്ങൾ പറയാം. ദൈവത്തിൻ്റെ ദാസൻ പെട്ടെന്ന് ചടീന്ന് വായിച്ചോണം. മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാ വാക്യവും പറയാൻ സമയമില്ല, എങ്കിലും ചടീന്ന് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 21:14-19 എടുക്കണം. വേറെ ആളെടുത്തു, എല്ലാവരും വേറെ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ചടിയടാന്ന് വായിക്കാം. ഒരാൾ പുറപ്പാട് 3:1, ഒരാളതിൻ്റെ 3:18, ഒരാൾ 5:1 എടുത്ത് വെക്കണം. ഒരാൾ 15:22 മുതൽ 27 വരെ, വേറൊരാൾ 16:31 എടുത്തു, വേറെ ആൾ മത്തായി 4:1, 3:1, മർക്കോസ് 1:2-3. എല്ലാം പറയാനൊക്കത്തില്ല, നമുക്ക് അല്പം ഒന്ന് ചിന്തിച്ചങ്ങ് പെട്ടെന്ന് നിർത്താം. ഉൽപ്പത്തി 21:14 വാക്യം ഒന്ന് വായിച്ചാട്ടെ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാ. ഇവിടെ ബേർഷേബ മരുഭൂമിയിൽ തന്റെ തലമുറയാകുന്ന ഇശ്മയിലിന്റെ കൈക്ക് പിടിച്ച് വേദനയോടെ യാത്ര ചെയ്യുന്ന ഒരു സഹോദരി. സാഹചര്യം പിടിച്ചാൽ ഹാഗാർ ഇങ്ങനെ അലഞ്ഞു കുഴന്ന് നടക്കേണ്ടവളല്ല. ചില സ്ത്രീകൾ പറയത്തില്ലയോ, അമ്മാമേ ഞാനിങ്ങനൊന്നും ജീവിക്കേണ്ട ആളല്ല. യോ പിന്നെങ്ങനെ? ഒന്നും പറയണ്ട, ഞാനിങ്ങനൊന്നും ജീവിക്കേണ്ട ആളല്ല. പിന്നെങ്ങനെ? അയ്യോ എൻ്റെ ആങ്ങളമാരൊക്കെ നല്ല നിലയില, മൂത്താങ്ങളെയും കുഞ്ഞാങ്ങളെയും നടുവത്താങ്ങളെയും. നടുവത്താങ്ങളേക്ക് വെച്ചടി കയറ്റവ. ഞാനിവിടെ വന്നിങ്ങനെ, ഞാൻ അങ്ങനെയുള്ള സഹോദരിമാരുടെ ഒരു സതുപദേശം തരാം. എഴുന്നേറ്റ് പോകരുത് കേട്ടോ. നാടൻ ഭാഷയാണ് പറയുന്നത്. ആങ്ങളയുടെ കനവും തൂക്കവും വകുപ്പും ഒക്കെ പറയുന്നത് കൊള്ളാം, നല്ലതാണ്. പക്ഷെ അവിടെ നാത്തൂനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ആങ്ങളുടെ കനം പറഞ്ഞ് ഭാഗ്യം തൂക്കി അങ്ങോട്ട് ഒത്തി ചെല്ലുമ്പോൾ നാത്തൂൻ പറയും, കൊച്ചമ്മ 2-ന്റെ വണ്ടിക്കാന്നോ പോകുന്ന 12-ന്റെ വണ്ടിക്കാന്നോ? 12-ന് അന്നേ നമ്മുടെ വാതിക്കന്ന് കിട്ടും, 2 അങ്ങേ ഉറിയാക്കോട് പോകണം. ഉറിയാക്കോട് ഒരു സ്ഥലമില്ല ഇവിടെ കണ്ട്. അതാവൻ എനിക്ക് തെറ്റിയില്ലല്ലോ. 12 നമുക്ക് മടത്തിക്കോണത്തിൽ നിന്ന് കിട്ടും, 2 ഉറിയാക്കോട് വരെ. അപ്പോൾ ഈ വകുപ്പ് പറഞ്ഞ മേരി പറയാം, എന്നാൽ ഞാൻ 12-ന് തന്നെ നീ പോയിട്ട് വേണം അവർക്ക് വ്യാപാട് കഴിക്കാൻ. മനസ്സിലാകാരി വന്നില്ല, നിങ്ങൾ എന്നെ പൊട്ടം കളിപ്പിക്കാമെന്ന് എനിക്കറിയാം. ഒരു കാര്യം പറയാം, നിന്നെ ചിലപ്പോൾ ഒരു ചെറ്റപ്പുരയിലായിരിക്കും വിവാഹം കഴിച്ച് കൊണ്ടുചെല്ലുന്നത്. പതറരുത്, അവിടെ നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ദൈവം വിശ്വസ്തനാണെന്ന്. ഈ പരിതാപവും പണ്ടപ്പര പോകുന്ന സ്ത്രീകൾ പറയരുത്, സ്തോത്രം ചെയ്തോണം. അയ്യോ അപ്പുറത്തെ അച്ചായൻ എന്ത് നല്ല മനുഷ്യനാ, നമ്മുടെ അങ്ങനൊന്നും പറയരുത്. ഭർത്താവിനെ ബഹുമാനിച്ചോണം. നാട്ടുകാരുടെ കേട്ടോട്ടെ, ഭർത്താവിനെ ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കത്തില്ലെന്നല്ല എൻ്റെ വാദം, ബഹുമാനിച്ചോണം. പണ്ടൊരു ഭാര്യ മരിച്ചു, ഭർത്താവ് നല്ല മനുഷ്യനെ, അദ്ദേഹം ദുഃഖത്തോടെ അനുശോചന വാക്ക് പറഞ്ഞു, എൻ്റെ ഭാര്യ നല്ല സ്ത്രീയായിരുന്നു, ഭക്ഷണം ഉണ്ടാക്കിത്തരും, വസ്ത്രം കഴുകിത്തരും, എൻ്റെ കാര്യങ്ങളെല്ലാം ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം നന്നായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല പാല് കുടിച്ചാൽ കൊള്ളാമെന്ന് എടുത്തിട്ട് പശുവിനെ ഞങ്ങൾ അല്പം കാശ് ഏറെ കൊടുത്താൽ പശുവിനെ വാങ്ങിയത്. അതിന് അത് ഏറെ പൈസ കൊടുത്തു. പക്ഷേ ആ പശു പാലൊക്കെ തരുന്നെങ്കിലും എൻ്റെ ഭാര്യയായിരുന്നു പശുവിനെ കറന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ കറക്കാൻ ചെന്ന് ഒറ്റത്തൊഴിക്ക് അവളെ കൊന്നു. അങ്ങനെ ഭാര്യ മരിച്ചത്. പുള്ളിക്ക് അങ്ങ് ദുഃഖമായി. എല്ലാം പറഞ്ഞേച്ച് പുള്ളി ഇരുന്നപ്പം ആ ശവടക്കിന് വന്ന ഒരാൾ പറഞ്ഞു, ആ പശുവിനെ എനിക്ക് തരണം, എത്ര രൂപയാണെങ്കിലും ഞാൻ തരാം. മനസ്സിലായി കാണുമല്ലോ, എത്ര ലക്ഷങ്ങളാണെങ്കിലും ഞാൻ തരാം, ആ പശുവിനെ എനിക്ക് തന്നെ തരണം, വേറെ ആർക്കും. സഹോദരിമാർക്ക് മനസ്സിലായി കാണും. വന്നു കയറുന്ന വീടാണ് നിന്റെ വീട്. ആ വീട് ചിലപ്പോൾ ചെറ്റപ്പുരയായിരിക്കും, മാടപ്പുരയായിരിക്കും, ടൈൽസ് ഒന്നും കാണത്തില്ല, ചിലപ്പോൾ ഓട് മേഞ്ഞതായിരിക്കും, ചിലപ്പോൾ ഓലയായിരിക്കും. പതറരുത്, മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. നിന്റെ സ്ഥിതിക്ക് നിന്റെ ദൈവം മാറ്റം വരുത്തും. ദൈവം വിശ്വസ്തൻ. എനിക്ക് വെളുക്കുവോളം പ്രസംഗിച്ചാൽ കൊള്ളാൻ അതിയായ താല്പര്യം ഉദിച്ച് വരുന്നുണ്ട്. ഞാനങ്ങനെ പ്രസംഗിച്ചാൽ കുറഞ്ഞ പക്ഷേ എൻ്റെ കൂടെ വന്നവരെങ്കിലും നിൽക്കും. ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ പറയും, നേരം പോയ നേരത്തെ അത്രയും സമയം എടുക്കേണ്ട ഒരു കാര്യവും. അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം.
അപ്പോൾ മരുഭൂമിയിൽ ഹാഗർ തന്റെ തലമുറയാകെ ഇസ്മയിലിന്റെ കൈക്ക് പിടിച്ച് നടക്കുക. നമുക്കറിയാം മരുഭൂമി യാത്ര, ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ, ഉഷ്ണക്കാറ്റുകൾ, ചൂടേറിയ രംഗങ്ങൾ. അബ്രഹാം കൊടുത്തയച്ച വെള്ളം, അപ്പക്കഷണങ്ങളെല്ലാം തീർന്നു. ഉപജീവനത്തിന്റെ വഴി കടഞ്ഞു. തന്റെ ആകെ പ്രതീക്ഷ തലമുറ. കുട്ടി മരണപ്രാളം കാണിക്കാൻ തുടങ്ങി. ആ ഭാഗം പഠിക്കുന്നവർക്കറിയാം, കുട്ടി ഇസ്മയിൽ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ കുട്ടിയുടെ മരണം കാണുവാൻ കഴിവില്ലാതെ കുട്ടി ഒരു അമ്പമ്പാട് ദൂരത്ത് കുറുങ്കാട്ടിൽ മാറ്റിക്കിട്ട് മാറി മരുഭൂമിയിൽ ഹാഗാർ ദൈവത്തോട് നിലവിളിക്കുന്നു. മരുഭൂമിയിൽ കരയുന്ന ഒരു പെറ്റതള്ള, മരുഭൂമിയിൽ കരയുന്ന ഒരു സഹോദരി, മരുഭൂമിയിൽ കരയുന്ന ഒരു സ്ത്രീ. നമുക്ക് ഹാഗറിനോട് ചോദിക്കാം, ഹാഗർ, ഈ മരുഭൂമിയിൽ കരയാനുള്ള വിഷയം എന്താ? എൻ്റെ ഭാഷ പറഞ്ഞ ആ സ്ത്രീ പറയും, ഞാൻ കരയാനുള്ള വിഷയം ഭർത്താവില്ലാത്തതോ ഭവനമില്ലാത്തതോ സമ്പത്തില്ലാത്തതല്ല. എൻ്റെ വിഷയം എൻ്റെ തലമുറയുടെ വിടുതലാണ്. ഇന്ന് രാത്രി ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കരയുന്ന, ഞരങ്ങുന്ന ദൈവകുഞ്ഞുങ്ങളോട് വചനത്തിൽ കൂടെ ദൂത് പറയാ, ഈ തലമുറയെ ദൈവം തന്നതാണെങ്കിൽ അതിനെ മാനിക്കാൻ ദൈവം വിശ്വസ്തനാ. പുസ്തകം പഠിപ്പിക്കുന്ന മക്കൾ യഹോവ തരുന്ന അവകാശം, ഉദരബലം, ദൈവം തരുന്ന പ്രതിഫലം, വീരന്റെ കയ്യിലെ അസ്ത്രം. അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ ദൈവം തന്ന തലമുറയാണെങ്കിൽ ദൈവം അതിനെ ഉയർത്തും. പിന്നൊരു കാര്യം, പിള്ളേരെ അതിൻ്റെ നിലയെ വളർത്തണം, എന്നാലേ ദൈവം ഉയർത്തും. പിള്ളേരെ കയറൂരി വിട്ടേച്ച് ദൈവം ഉയർത്തും പറഞ്ഞ് നീ ഇങ്ങനെ കോങ്ങണ്ണിട്ട് പ്രാർത്ഥിച്ചാലൊന്നും മനസ്സിലായി കാണും. പിള്ളേരെ വളർത്തേണ്ട വിധവും, പിള്ളേരെ അടിച്ചു വളർത്തണമെന്ന് അടിയുടെ ഫോഴ്സ് വരെ സദൃശമാക്കി ഇത്ര ആയത്തിലടിക്കാന്ന് വരെ പുസ്തകത്തിലുണ്ട്. പിള്ളേരെ അടിച്ചു വളർത്തണം. അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കണം. ഒലക്കൊക്കെ അടിക്കുകയും ചെയ്യരുത്. ചെറിയ വടി കിട്ടും, ചൂരവടി. അടിച്ചു വളർത്തണമെന്നാണ് അനീഷ് കാവാലം പറഞ്ഞു. നിന്നെ ഇന്ന് അടിച്ചിട്ടേ ഉള്ളതെന്ന് പറഞ്ഞു. ആ പൂണത്തൊലൊക്കെ എടുത്ത് കൊച്ചനെ തല്ലരുത്. അടിച്ചു വളർത്തണം. ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം, ലാളിക്കേണ്ട സമയത്ത് ലാളിക്കണം, കരുതേണ്ട സമയത്ത് കരുതണം, വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയണം. അതിനൊക്കെ പ്രമാണമുണ്ട് പുസ്തകത്തിൽ. കൊച്ചു പിള്ളേരെ ഞാൻ എപ്പോഴും പറയും, 119 സങ്കീർത്തനം മനപ്പാഠം പഠിപ്പിച്ചു PYPക്കും YPCക്കും YPക്കും ഒക്കെ സ്റ്റേജൊക്കെ കയറ്റി പരുത്തി പറഞ്ഞേച്ച് ട്രോഫി മേടിച്ചുകൊണ്ട് പോകുകയല്ല. അത് നല്ലതാ. അതിലുപരി കുഞ്ഞുങ്ങളെ ഈ പത്യോപദേശം പഠിപ്പിച്ചു കൊടുക്കണം. 119 സങ്കീർത്തനമല്ല പഠിപ്പിക്കേണ്ടത്, പഠിപ്പിക്കരുതെന്നല്ല, നല്ലതാ, പഠിപ്പിച്ചോണം. ട്രോഫിയും കിട്ടുമെങ്കിൽ മേടിച്ചു. അതിലുപരി പിള്ളേരെ പത്യോപദേശം പഠിപ്പിക്കണം. ഉദാഹരണം 1-2 പറയാം. പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പിള്ളേരെ പഠിപ്പിക്കണം. പ്രായമുള്ള അപ്പൻ, അമ്മ, പ്രായമുള്ള ഒരാൾ വീട്ടോട്ട് വരുമ്പോൾ എഴുന്നേക്കാൻ പിള്ളേരെ പഠിപ്പിക്കണം. തള്ള എഴുന്നേക്കുകയല്ല, തള്ള പിന്നെയും. മനസ്സിലായോ? എൻ്റെ കുഞ്ഞുനാളിൽ, നിങ്ങളുടെയും ചിലരുടെ കുഞ്ഞുനാളിൽ, ഇവിടുത്തെ രീതി അറിയത്തില്ല, ഞങ്ങളുടെ നാട്ടിലെ രീതി വെച്ചാ വാതുക്കൽ വല്യപ്പൻ കസേര ഇരിക്കുകയാണെ കൊച്ചു പെമ്പിള്ളേർ വാതുക്ക കൂടെ ഇറങ്ങി പോകുകയല്ല. അഥവാ വരിക അന്നേ വല്യമ്മമാർ അച്ഛാനെ വിട്ടിരിപ്പുണ്ട്, അപ്പുറം കൂടെ പോകാൻ പറയും. വാതുക്ക കൂടെ പോകുകയല്ല. എളുപ്പം ഇതായിരിക്കും, പക്ഷെ പോകുകയല്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഇന്ന് വല്യപ്പനാനും പറഞ്ഞ വാതുക്കലിരുന്ന് അവൾ ഒറ്റ അടിക്കുന്നതിനെ കനാലിൽ കളയും. കാരണം അവൾക്ക് ഇങ്ങനെ ആപ്പിനകത്തോടെ സാധനം വന്നുകൊണ്ടിരിക്കുക. അത് വന്നുകൊണ്ടിരിക്കുക. നീ വല്യപ്പന മൂപ്പിളയാനും പറഞ്ഞിരുന്ന അടിക്കുന്നതിനെ കനാലിൽ കളയും. കയറി വരുമ്പോൾ അവിടെ അനിയത്തിക്ക് വേറെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ നിനക്ക് കനാലിൽ നിന്ന് തോട്ടിൽ നിന്ന് കയറാൻ വല്ലാത്ത കാലമാണ്. പിള്ളേർക്ക് പത്യോപദേശം പറഞ്ഞു കൊടുക്കണം. നാട്ടുകാരോടെ കേട്ടോട്ടെ, നല്ല കാര്യം അവരും പറയാം. അയ്യോ അതിൽ ഉപദേശിച്ച് വന്ന നല്ല കാര്യം പറഞ്ഞു പോകുന്ന അവർക്ക് മനസ്സിലാകും. ഇച്ചിരി തമ്മ എടുക്കും, എന്നാലും ഇച്ചിരി തമ്മ ഞാൻ ഇന്ന് എടുക്കും. പിന്നെ ഗുണദോഷം അല്ലയോ പറയുന്നത്. പിന്നെ അമ്മമാരോടൊരു കാര്യം പറയാം. പെൺപിള്ളേരെ സെക്കുലർ പഠിത്തം പഠിപ്പിക്കണം. അത്യാവശ്യമായി ഈ കാലത്ത് അത് പഠിച്ചു നോക്കുള്ളൂ. അതിലും അത്യാവശ്യം അടുക്കള പഠിത്തം. അമ്മ അടുക്കളയിൽ കയറുമ്പം മോളെ അടുക്കളയിൽ കയറണം. വെക്കാനും വിളമ്പാനും അരിയാനും കഴുകാനും തൂക്കാനും തുടയ്ക്കാനും പെറുക്കാനും കൊടുക്കാനും എടുക്കാനും എല്ലാം മോളെ പഠിപ്പിക്കണം. ഞാൻ തോരനരിയുന്ന ഇങ്ങനെ, മെഴുക്ക് വരട്ടിക്ക് ഇങ്ങനെ, സാമ്പാറിന് ഇങ്ങനെ, അല്ല എല്ലാം കണ്ടിച്ചങ്ങ് ഇടുകയല്ല. എല്ലാം വയറ്റിലോട്ടല്ലയോ അമ്മയെ പോകുന്ന. പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുന്നതിന് വിധങ്ങളുണ്ട്. അത് അമ്മ മോളെ പഠിപ്പിക്കണം. ഒരു മോടെ കല്യാണത്തിന് ഞാൻ ചോദിച്ചു, സൂസമ്മേ മോക്ക് അടുക്കളപ്പെടുത്തമൊക്കെ അറിയാവോ? അവളെ പറഞ്ഞ് പപ്പടം കാച്ചാൻ അറിയാം. 25 വയസ്സും കൊണ്ട് അമ്മ പഠിപ്പിച്ചതാ മോളെ. പപ്പടം കാച്ചാൻ പഠിക്കാൻ ഇപ്പോൾ ITI കോളേജിൽ പോയി 3 വർഷത്തെ കോഴ്സ് എടുക്കുമെന്നും വേണ്ട. നല്ല പപ്പടം വന്ന എണ്ണ കായുമ്പോൾ അങ്ങോട്ട് ഇട്ടാൽ മതി, അത് പൊള്ളി വന്നോളൂ. അമ്മ പഠിപ്പിച്ചതാണ്. പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ അവർക്ക് എന്നാക്കുന്നത്? ആ കാച്ചിയതെല്ലാം ഉടച്ച് കഴിക്കാനും. പിള്ളേരെ അടുക്കളപ്പെടുത്തം പഠിപ്പിക്കണം. നന്നായിട്ട് പഠിപ്പിക്കും. വീട്ടുകാര്യം നോക്കുന്നവരെ അങ്ങനെ തന്നെ പുസ്തകത്തിൽ എഴുതിയേക്കുന്ന 7 കൂട്ടം കാര്യമാണ്. അതെല്ലാം ഇപ്പം പറയാൻ നേരമില്ല, എന്നാലും ഒന്ന് വായിച്ചു വിട്ടേര്. 7 കൂട്ടം കാര്യം അമ്മമാർ പെൺപിള്ളേരെ പഠിപ്പിക്കണമെന്നാണ്. ഒന്ന് വായിച്ചേര്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ താഴോട്ടാണ് വായിക്കേണ്ടത്. പുള്ളി 1-ാം വാക്യം മുതലേ വായിക്കുള്ളൂ. അതുകൊണ്ട് 2-ന്റെ 1 മുതൽ വായിച്ചു. 2-ന്റെ 1 മുതൽ വായിച്ചു. തീത്തോസിൻ്റെ ലേഖനം 2-ന്റെ 1 മുതൽ അങ്ങോട്ട് താഴോട്ട് വായിച്ചു. വാക്യമല്ലേ?
നീയോ പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണമെന്നും. അടുത്തത് വൃദ്ധന്മാരും അങ്ങനെ തന്നെ വൃദ്ധമാരും അമ്മമാരുടെ കാര്യം. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും. എന്റെ കൈ എവിടെ ആയിരിക്കുന്ന അറിയാമല്ലോ, വാക്യം തെറ്റിച്ചാൽ. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും. യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയന്മാരും എണ്ണിക്കോണം 7 കൂട്ടം കാര്യമാ. ഭർത്തൃപ്രിയമാരും പുത്രപ്രിയന്മാരും 2 പുത്രപ്രിയമാരും സുബോധവും 3 സുബോധമുള്ളവരും 4 പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം 5 വീട്ടുകാര്യം നോക്കുന്നവരും 6 ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് 7 ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കണം. 7 കൂട്ടം കാര്യം അമ്മമാര് പെൺപിള്ളേരെ ശീലിപ്പിക്കണമെന്നാ പൗലോസ് ഇവിടെ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത്. നിങ്ങളിപ്പോൾ എനിക്ക് സുവിശേഷ യോഗത്തിന് എന്താ ഇതല്ല എന്നോ പറയുന്നത്? എനിക്കിപ്പോൾ എല്ലാവരും ഇപ്പോഴല്ലേ കൈ കിട്ടിയത്. അല്ലെങ്കിൽ പുറത്തുള്ളവരും ഇത് അറിയട്ടെ. നിങ്ങളും ആരെങ്കിലും ഗുണമാകട്ടെ. എത്രയോ ഭർത്താക്കന്മാർ ഞരങ്ങുന്നുണ്ട് ഈ വാർത്താൻ കാരണം. അവർക്കേലും ഒരു വിടുതൽ ഇന്ന് രാത്രി ഉണ്ടായിപ്പോട്ടെ. പിന്നെ ആരും പറയുന്നില്ലെന്നുള്ള നിങ്ങൾ ഓറിയെന്നൊക്കെ പറഞ്ഞ് കണ്ണുമൊക്കെ ഇങ്ങനെ മുകളിലോട്ടാക്കിയിരിക്കുക ആയിരിക്കും. ആ നോട്ടമൊക്കെ കാണുമ്പോൾ അറിയാം. ഇപ്പം ചില സഹോദരന്മാർ മാസം 9 അല്ല 10 വരെ എടുത്തു വന്നാൽ ഇവളൊന്ന് ഗുണമാകുന്ന ഇന്നങ്ങ് ഗുണമായിക്കോട്ടെ. ദൈവത്തിന് മഹത്വം. അപ്പൊ 7 കൂട്ടം കാര്യം അമ്മമാര് പെൺപിള്ളേരെ ശീലിപ്പിക്കണം. ഭർത്തൃപ്രിയമാര് പുത്രപ്രിയമാര് ഭർത്താവിന് പ്രിയപ്പെടണം. സാറാ അബ്രഹാമിന് യജമാനനെ അഡോണായി. പണ്ടൊരാളെ പറഞ്ഞു എടോ നായാന്നാ വിളിച്ചെന്ന്. എടോ നായി അഡോണായി എന്ന് പറഞ്ഞത് എടോ നായി കേൾക്കുമ്പോൾ ഒരുപോലൊക്കെ ഇരിക്കും. യജമാനനെ ഭർത്തൃപ്രിയരും പുത്രപ്രിയരും സുബോധമുള്ളവരും പ്രാതിപത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കണം. അപ്പം നല്ല കാര്യങ്ങൾ വീട്ടുകാര്യം നന്നായിട്ട് നോക്കണം. വിസ്തരിക്കുന്നില്ല, വിഷയം അതല്ലാത്തതുകൊണ്ട്. പിള്ളേരെ പഥ്യോപദേശം പഠിപ്പിക്കണം. പിള്ളേരെ നന്നായിട്ട് വളർത്തിക്കണം. നല്ല ഉപദേശങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു. പിള്ളേരുടെ ചിത്താന്തത്തിന് തുള്ളരുത്. ചില ഡ്രസ്സ് കാണുമ്പോൾ പിള്ളേർക്ക് കൊതി വേണം അതൊന്നും. അപ്പം അവരോട് പറഞ്ഞു നമ്മൾ പെന്തിക്കോസുകാരാ, നമ്മൾ ദൈവമക്കളാ, നമുക്കിത് പാടില്ല. ആ പിള്ളേർ മുടി വെട്ടുന്ന കാണാം. അവനെ മറ്റം വെട്ടുന്ന കണ്ടോണ്ടാ ഇവനും ഇല്ല എല്ലാം വെട്ടി വെച്ച് ഒരു റായും എല്ലാം വെച്ചേച്ച് സഭായത്തിന് വരിക. ഇവൻ കയറി ആരെയും സിഗരറ്റ് കത്തിച്ച് പോയാൽ സൂക്ഷിച്ച് ഇവൻ്റെ തലയെ കയറി പിടിക്കുകയും ചെയ്യും. അതോടെ അവൻ്റെ ഇടപാടും. അവനും പെന്തിക്കോസാ. അവൻ്റെ ഒരു കൂറ താടിയും ഒരു വല്ലാത്തൊരു പാൻറ് തെറ്റാന്നല്ല. പാൻറ് നല്ലതാ, താടി വെക്കുന്നതൊക്കെ നല്ലതാ. അതൊക്കെ യോഗ്യമായിട്ട് വെക്കണം. മനസ്സിലായോ? യോഗ്യമായിരിക്കണം. നീ ഒരു ദൈവ പൈതല. അപ്പൊ പിള്ളേരെ 119 സങ്കീർത്തനമല്ല പഠിപ്പിക്കേണ്ടത്, പഥ്യോപദേശം പഠിപ്പിക്കണം. ഞാൻ വിസ്തരിക്കുന്നില്ല അധികം. മക്കൾ യഹോവ തരുന്ന ആമൻ അവകാശം, ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. എല്ലായിടത്തും ഞാൻ പറയാം. വീട്ടിലിപ്പോൾ ജോലിക്ക് വരുന്നൊരു അമ്മ, കാശുള്ള വീട്ടിലൊരു അമ്മ ജോലിക്ക് വരിക, പിള്ളേരെ കൊണ്ട് അവരെ പേര് വിളിപ്പിക്കരുത്. മനസ്സിലായോ? ഞാനൊരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ചെന്നു. അവിടുത്തെ കൊച്ച് 12 വയസ്സ് കാണും. ചില കാശുള്ള വീടാ. ഞാനങ്ങനെ നേരത്തെ എല്ലാറില്ല. അന്നങ്ങ് എന്നു. കാരണം പുള്ളി ഒരാളെന്നെ നേരത്തെ കൊണ്ട് വിട്ടേച്ച് പുള്ളിക്ക് പോകേണ്ടത് കൊണ്ടാണ്. അപ്പോൾ ഞാനവിടെ ചെന്ന സെറ്റിയിലിരിക്കുക. അപ്പോൾ ഒരു യോഗം തുടങ്ങിയില്ല. കാശുള്ള വീടാ. അവിടുത്തെ കൊച്ചു 12 വയസ്സ് കാണുമായിരിക്കാം ഉദ്ദേശം. അപ്പം ഞാൻ മാസിക അവിടെ വായിച്ചുകൊണ്ടിരിക്കുക. 10 ആകുമ്പോഴേ യോഗം തുടങ്ങും. അപ്പോൾ ഈ പെണ്ണ് അവിടെ ഇരുന്ന് വിളിക്കുന്നത്, കൊച്ചു പെണ്ണ 12 വയസ്സ്, തങ്കയെന്ന് വിളിക്കുന്നുണ്ട്. തങ്ക ഇങ്ങോട്ട് വന്നെന്ന്. അപ്പം അകത്ത് നിന്ന് കേൾക്കാം, കുഞ്ഞേ വരുന്നു എന്ന് പറയുന്നത് എനിക്ക് കേൾക്കാം. ഒടുവിൽ ഇവളങ്ങ് ശോഭിച്ചിട്ട് തങ്കയോടല്ലേ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ. ഞാനും അങ്ങ് ഞെട്ടിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്ത് നിന്ന് അടുക്കളയെന്ന ഒരമ്മ ചട്ടയും കൊണ്ട് കൊടുത്തൊരമ്മ, ഉദ്ദേശം ഒരു 10-75 വയസ്സ് കാണുമായിരിക്കാം. ഒരമ്മ പെട്ടെന്ന് കൈ കഴുകി ഓടി. അയ്യോ കുഞ്ഞാ, ഞാൻ വേറൊരു കാര്യം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവളങ്ങ് ശോഭിച്ചു. ഈ 12 വയസ്സുകാരി മരുന്ന് എടുത്ത് കൊടുത്ത് അവളുടെ ഏതാണ്ട് പിറുപിറുത്തേച്ച് അതുമായിട്ട് പോയി. അപ്പം ഞാൻ ഇരിക്കുന്ന ഈ അമ്മ കണ്ട അവർക്കൊരു ക്ഷീണം. ഞാനുണ്ട്, അമ്മച്ചി കൈ കൊണ്ട് കാണിച്ച് വരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എവിടെയാ വീട്? ഇന്നടുത്താ വീട്. ഇവിടെ തന്നെ. നല്ലൊരമ്മയാണ്, ഒരുമാതിരി ചൊവ്വുള്ള അമ്മയാണ്. അല്ല വലുതൊക്കെ അടക്കുന്ന തള്ളയൊന്നുമല്ല, നല്ല വൃത്തിയുള്ളൊരു തള്ള. മുടിയൊക്കെ ചീയെ കെട്ടി തന്നെ വൃത്തിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയുടെ വീട് എവിടാ? ഇവിടെ അടുത്താ. ഇവിടെ തന്നെ.
ഞാൻ ഇവിടെ എന്തെങ്കിലും പ്രാർത്ഥനയോ വിശേഷമൊക്കെ വരുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അടുക്കളപ്പണിക്ക് എന്നെ വിളിക്കും. എനിക്ക് ഭർത്താവൊന്നുമില്ല, 2 പിള്ളേരുടെ അതിൽ ഒരാൾ രോഗിയാണ്. ഞാനിങ്ങനെ പല വീടുകളിൽ അടുക്കളപ്പണി ചെയ്യും, അതുകൊണ്ടാണ് വീട് പുലരുന്നത്. അപ്പോൾ ഇവിടെ എന്നെ 2 ദിവസത്തേക്ക് വിളിച്ചതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ജോലിക്ക് വന്നത്. ആ തള്ളയോടാ ഈ ഇവള് പറഞ്ഞത്, തങ്കയെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ച പേരെന്നാ? എൻ്റെ പേര് തങ്കമ്മയെന്നാണ്. അതിനാ അവൾ വിളിച്ചത് തങ്കയെന്ന്. 12 വയസ്സുള്ളവൾ 75 വയസ്സുള്ള അമ്മയെ വിളിച്ചത് തങ്ക. പിന്നെ അത് കഴിഞ്ഞ് 10 കഴിഞ്ഞ് ഞാനാ പ്രസംഗിച്ചത്. എവളോടെ അമ്മയും വല്യമ്മയും ഉണ്ടായിരുന്നു. ബാക്കി പിന്നെ നിങ്ങൾ അങ്ങ് പൂരിപ്പിച്ചോണ്ടാ മതി. ബാക്കി ഡാഷ് പൂരാക്കരോ ചുമ്മാ ഇരിക്കല്ലയോ, പൂരിപ്പിക്കും. പിള്ളേരെ പത്യോപദേശം പഠിപ്പിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ, മൂത്തവരെ ആദരിക്കാൻ, നമ്മേക്കാൾ മറ്റുള്ളവരെ സേട്ടന് നെണ്ണാൻ പിള്ളേരെ പത്യോപദേശം പഠിപ്പിക്കണം. 119 സങ്കീർത്തനം അല്ല പഠിപ്പിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ധാരാളം കാര്യം എനിക്ക് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങ് അടങ്ങുക. എനിക്കൊന്ന് ഈ ഏരിയയിലും കണ്ട് പിന്നെ ഞാൻ വരുന്നുണ്ട്. ഒക്കെ എന്നെങ്കിൽ ബാക്കി അവിടെ അടിക്കാം. നിങ്ങൾക്കിതെല്ലാം അറിയാം, നിങ്ങളെല്ലാം പഠിച്ചു വെച്ചിരിക്കുക എന്ന് മോഹം കാണുമ്പോൾ എനിക്കറിയാം. എന്നാലും ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചുണർത്തുക. പിള്ളേരെ പത്യോപദേശം പഠിപ്പിച്ചോണം. മക്കൾ യഹോവ തരുന്ന ഈ അവകാശം, ഉദരബലം, ദൈവം തരുന്ന പ്രതിഫലം. ദൈവം തന്ന തലമുറയാണെങ്കിൽ അതിനെ ഉയർത്താൻ ദൈവം വിശ്വസ്തനാണ്. നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നീ പ്രമാണത്തിൽ നിന്നാൽ മതി. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാ ഓടിച്ചു നിർത്താം. ആ 19 വാക്യം വായിച്ച ദൈവദാസനെ, 19 വാക്യം, ആ 21-ന്റെ 19, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 19 വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. കർത്താവിന് മഹത്വം. മരുഭൂമിയിൽ എന്തുണ്ട്, അതാ നമ്മുടെ വിഷയം. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഇന്ന് രാത്രി ഓടിച്ച് പറയട്ടെ, മരുഭൂമിയിൽ എന്തുണ്ട്? ഒറ്റ വാക്കിൽ മറുപടി പറയാ. കരയുന്ന, പ്രാർത്ഥിക്കുന്ന, എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് വചനത്തിൽ കൂടെ ഒരു സന്ദേശം പറയാ. ഒന്ന്, മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതലുണ്ട്. ഈ മരുഭൂമിയിലെ ആരാധനയ്ക്ക് സമുദായങ്ങളും സംഘടനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ വിട്ട് സത്യദൈവത്തെ സേവിക്കുവാൻ, നിത്യജീവനെ പ്രാപിക്കുവാൻ നീ ഏകയായിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ഇറങ്ങിത്തിരിച്ചെങ്കിൽ പതറരുത്, നിരാശപ്പെട്ടു പോകരുത്. ഒന്ന്, മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതലുണ്ട്. നിനക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ, തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ, സന്തതിക്ക് വേണ്ടി കരുതുവാൻ, സന്തതിയുടെ സന്താനങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ഈ മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതലുണ്ട്. അകകളെ നോക്കിയിട്ട് പിൻവിതയ്ക്കുന്നില്ല, കൊയ്ത്ത് കാള പൂരയൊന്നും നിറയ്ക്കുന്നില്ല. അകകളെ നോക്കിയിട്ട് പിൻവിതയ്ക്കുന്നില്ല, കൊയ്ത്ത് കാള പൂരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിൽ താമരകൾ വളരുന്നല്ലോ, വാനിലെ പറവൻ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ, നന്നായി വാനിലെ പറവൻ പുലരുന്നല്ലോ. എനിക്കായി കരുതാവൻ ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിരച്ചിടുമ്പോൾ. എനിക്കായി കരുതാവൻ ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിരച്ചിടുമ്പോൾ. എനിക്കായി കരുതാവൻ ഈകത്തിലില്ലേ ഒന്നോ ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. നമ്മുടെ കരമുയർത്തുന്ന ദൈവത്തെ സ്തുതിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്നേഹിതരെ, ആമേൻ. സകവിശ്വാസ